കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കഥാമയീം ഭാഗവതാഭിധാമാം ഹരേ തനും തേ ചരിതയസ്തുതീയം യഥാമതി പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ശ്രീഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പഞ്ചമസ്കന്ധമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. സ്ഥാനം എന്നുള്ളതാണ് ലക്ഷണം. നമ്മൾ എവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് എത്തിച്ചേർന്നത്, എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, ഇനി ഞാൻ എങ്ങോട്ടാണ് യാത്രയാവുന്നത്, ഈ സ്ഥാനത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. എവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? സാക്ഷാൽ ഭഗവാന്റെ അടുത്തുനിന്ന്. രണ്ട് ഹംസങ്ങളായിരുന്നു. ഒന്ന് പരമാത്മാവാകുന്ന ഹംസം, മറ്റൊന്ന് ജീവാത്മാവാകുന്ന ഹംസം. അതിൽ ജീവാത്മാവാകുന്ന ഈ ഹംസം ഏതോ പഴം കണ്ട് ആ പഴം അങ്ങനെ കഴിച്ച് തടിച്ച് വരുന്നു. പരമാത്മാവാകുന്ന പക്ഷി ഭക്ഷണം കഴിക്കാതെ തടിച്ചു വരുന്നു. എന്താ ഇവിടെ ജീവാത്മാവാകുന്ന പക്ഷിയോ ഭക്ഷണം കഴിച്ച് പഴം കഴിച്ച് മെലിഞ്ഞു വരുന്നു. അത് ശരിയാണോ? ആലോചിച്ച് നോക്കില്ലേ? ഭക്ഷണം കഴിക്കുന്നവരല്ലേ തടിച്ചു വരേണ്ടത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നവൻ മെലിയുന്നു, ഭക്ഷണം കഴിക്കാത്തവനോ തടിച്ചു വരുന്നു. ഏത് ഭക്ഷണമാണ് ജീവാത്മാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഹലോക സുഖസൗകര്യമാകുന്ന ഭക്ഷണം കഴിക്കുന്നതായ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജീവാത്മാവൊക്കെ മെലിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവിലേക്കുള്ള ദൂരം അങ്ങനെ കൂടിക്കൂടി വരുന്നു. ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരലാണ് ഏതൊരു ജീവാത്മാവിൻ്റെയും ലക്ഷ്യം. ഭാഗവതം ഓരോരോ അധ്യായവും കേൾക്കുന്നതിനനുസരിച്ച് പരമഹംസ്യാം സംഹിതായം, ഇത് പരമഹംസ സംഹിതയാണ്. ഓരോ അധ്യായം ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തുന്നു. ഒരധ്യായം കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഹംസം ചിറകടിക്കുന്നത് പോലെ നമ്മളും ഭഗവാനിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. ഇത് നാമം ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എഴുന്നേറ്റ് ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ, ഒരിക്കൽ തന്നെങ്കിലും അമ്പലത്തിൽ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ, ഭഗവാൻ എന്നതാ വീട നമസ്കരിക്കുമ്പോൾ പരമാത്മാവിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞതാ വരുന്നു. അതിനാണ് സംഹിത എന്ന് പറയുക. സംഹിത എന്ന് പറഞ്ഞാൽ പരസന്നികർഷ സംഹിത വരും. ഒരു പദം എഴുതി അടുത്ത പദം എഴുതുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം വിടും ആളുകൾ. അപ്പോൾ ആ ദൂരത്തിനെ കുറയ്ക്കുന്നതാണ് ഭഗവത് സ്മൃതി എന്നർത്ഥം. ഈശ്വരനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ പരമാത്മാവിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞതാ വരുന്നു. ഇഹലോകത്തിലേക്കുള്ള ശ്രദ്ധ നമ്മളിൽ നിന്ന് കുറഞ്ഞതാ വരുന്നു. ഇങ്ങനെ പരമഹംസ സംഹിതയായ ഈ ശ്രീമദ് ഭാഗവതം ഞാൻ എവിടെ ഇരിക്കണു എന്ന് അറിയാൻ വേണ്ടി സ്ഥാനം എന്നുള്ള ലക്ഷണത്തിനെ വർണ്ണിച്ചു. അതിൽ പ്രിയവ്രതൻ എന്നു പേരായ ഒരു രാജാവിൻ്റെ കഥയാണ് വർണ്ണിക്കുന്നത്. ആദ്യം തന്നെ പ്രിയവ്രതോ ഭഗവത ആത്മാരാമസ്യം, ആത്മാരാമനാണ് പ്രിയവ്രതൻ. ആത്മാവിന് മാത്രം രമിക്കുന്നതായ ആള് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് ഈശ്വര കാര്യത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ഇഹലോക സുഖസൗകര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളർന്ന് രാജാവാണ്. വളർന്ന് വരുന്ന സമയത്ത് അദ്ദേഹം കാട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് കാട്ടിലെത്തി ഭഗവാനെ നന്നായിട്ട് തപസ് ചെയ്തു. അപ്പം തപസ് ചെയ്യുന്ന ഈ ആത്മാരാമനായ പ്രിയവ്രതൻ്റെ അടുത്തേക്ക് ബ്രഹ്മാവ് എത്തിച്ചേർന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നിബോധതാത ഇതം മൃതം ബ്രവീമിമാസൂയിതും ദേവമരിഹസ്യ പ്രമേയം. ഹേ പ്രിയവ്രത, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് നീ ഇത് മനസ്സിലാക്കുക. സാക്ഷാൽ ഭഗവാന്റെ വാക്കുകളെയാണ് ഋതം എന്ന് പറയും. ഋതവും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഋതം എന്ന് പറഞ്ഞാൽ ഋതം ച സൂനൃതാവാണി.
ഭഗവാന്റെ നാവിലൂടെ വന്നതായിരിക്കുന്ന വാക്കുകൾക്കാണ് ഋതം എന്നതാ പറയുക. സത്യം എന്ന് പറഞ്ഞാലോ എന്നും നിലനിൽക്കുന്നതിനാണ് സത്യം എന്ന് പറയുക. എല്ലാ ദിവസവും എന്നും ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും, അതിനാണ് സത്യം എന്ന് പറയുക. എന്നാൽ ഋതം എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ നാവിലൂടെ വന്നതായിരിക്കുന്ന വാക്കുകൾ. ഞാൻ പറയുന്നതാണ് ഋതം എന്നുള്ളത് നീയത മനസ്സിലാക്കുക. എന്താണ്? വയം ഭവസ്തേ തദ ഏഷ മഹർഷി വഹാമ സർവേ വിവശായസ്യദിഷ്ടം. വയം ഭവസ്തേ, ഞാനും എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഭവസ്തേ, ഭവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സാക്ഷാൽ മഹാദേവൻ. ഞാനും ഈ മഹാദേവനും ഒക്കെ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് വിവശതയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരാണ്. എന്താണോ ഭഗവാൻ പറയുന്നത് അതാണ് ഈ ലോകത്ത് സംഭവിക്കുക. ഈശ്വരൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രമേ ഈ ലോകത്ത് നടക്കുള്ളൂ. നമ്മൾ ഓരോന്ന് വിചാരിക്കും, അതേപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമോ? വെറുതെ വിചാരിക്കുക. നമ്മൾ ഇന്നലെ ഇവിടുന്ന് വൈകുന്നേരം പോയ പല ആൾക്കാരും എന്തൊക്കെ തീരുമാനിച്ചു, നാളെ രാവിലെ നേരത്തെ എണീക്കും, കുളിക്കും, എന്നിട്ടോ രാവിലെ തന്നെ 6:15 മുന്നേ ഇവിടെ ഞാൻ എത്തിച്ചേരും. എന്നിട്ട് എത്ര ആൾക്കാർക്ക് എത്താൻ പറ്റി? കുറേ ആൾക്കാർക്കൊക്കെ എത്താൻ പറ്റിയില്ലേ? ഇങ്ങനെ വിചാരിക്കുക എന്നല്ലാതെ വിചാരിക്കുന്നത് മുഴുവനും നമുക്കത് സാധിക്കുമോ എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണോ തീരുമാനിച്ചത് അതേ ഈ ലോകത്തത നടക്കുള്ളൂ. സർവേ വിവശായസ്യദിഷ്ടം. രൂപമില്ലാത്ത ഭാവമില്ലാത്ത സത്യസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിനെയൊക്കെ നടത്തുന്നത് ആരാണ്? ഭഗവാനാണ്. സൃഷ്ടി നടത്തുന്നത് ഭഗവാനാണ്, സ്ഥിതി ചെയ്യിക്കുന്നത് അതും ഭഗവാൻ തന്നെയാണ്, സംഹാരമൂർത്തി അതും ഭഗവാൻ തന്നെയാണ്. എങ്ങനെ? പ്രോതാനസീവദ്യുപദേ ചതുഷ്പദ. എപ്രകാരമാണോ ഒരു കാളവണ്ടിക്കാരൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാളയുടെ മൂക്കിൽ കയറിട്ട് ആരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാള നടക്കുക, കാളേൻ്റെ ഇഷ്ടമാണോ അതോ കാളവണ്ടിക്കാരൻ്റെ ഇഷ്ടമാണോ? കാളവണ്ടിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാളത നടക്കുക. ഇതേപോലെ ഭഗവാൻ നമുക്കൊക്കെ ഒരു മൂക്കയറിട്ടുണ്ട്. കാണുന്നില്ലല്ലോ ഭഗവാനെ? ഉണ്ട്, നമ്മൾ കാണാനുണ്ട. നോക്കി നോക്കുമ്പോൾ ശരിക്കും തൊട്ട് നോക്കൂലേ? ഒരു മൂക്കയറുണ്ട് അല്ലേ? ആ ഭഗവാന്റെ മൂക്കയറിനനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നത്. പ്രോതാ നസീവ ദ്വിപദേ ചതുഷ്പദ അല്ലേ? 4 കാലുള്ളതായിരിക്കുന്ന ജീവികൾക്ക് മൂക്കയറിട്ട് 2 കാലുള്ളതായിരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ ആ 4 കാലിയെ നിയന്ത്രിക്കുന്നത്, ഇതേപോലെ സാക്ഷാൽ ഭഗവാൻ എല്ലാ സമയത്തും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജിതേന്ദ്രിയസ്യാത്മരതയാ ബുധസ്യ. ജിതേന്ദ്രിയ, ഇന്ദ്രിയ ജയം വരെയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്ദ്രിയ ജയം ഉണ്ടാവണം. ഇന്ദ്രിയ ജയം വന്ന ഒരാൾ എവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലും അയാൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, സന്യാസാശ്രമം, വാനപ്രസ്ഥാശ്രമം, ഈ ആശ്രമങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയ ജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ദ്രിയത്തിനെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് അനുകൂല സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇന്ദ്രിയത്തിനെ ജയിക്കാൻ സാധിക്കാത്തവർ എവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. അമ്പലത്തിലിരുന്നു, സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നു, ഇവിടെ ഇരിക്കുന്ന സമയത്തും അതെ വേറെ ഓരോ കാര്യം എന്താ വെച്ചാലോ എന്നാൽ പിന്നെ അതിനെക്കാട് നന്നായിരുന്നു അവിടെ പോയി കടന്നു അല്ലേ? അതായത് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഇന്ദ്രിയത്തിനെ ജയിക്കാൻ സാധിക്കണം. ഒരാൾ പ്രഭാഷണം കേട്ടു അത്ര. അപ്പോൾ പ്രഭാഷകൻ ഇങ്ങനെ കേമായിട്ട് വാനപ്രസ്ഥാശ്രമത്തിനെ പറ്റിയിട്ട് പറയുക. അപ്പോൾ 50 വയസ്സായ മുത്തശ്ശി 55 വയസ്സായ മുത്തശ്ശനോട് കേട്ടു വാനപ്രസ്ഥാശ്രമം. ഒരു 19 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിക്കണം. ഇനി നിറമുള്ള വസ്ത്രമൊന്നും ഉടുക്കാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും കാവ്യമൊക്കെ അതാ എടുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ കഴുത്തിൽ അത് ആ രുദ്രാക്ഷന്മാരൊക്കെ എടുത്തിട്ട് കാട്ടിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് കേമായിട്ട് ഇയാൾ ഈ വാക്ചാതുര്യം അങ്ങോട്ട് കേട്ടപ്പോൾ മുന്നിലിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശി മെല്ലെ ഒന്ന് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കിയത്രേ. പോവല്ലേ മനുഷ്യൻ, എന്താ സംശയം? ഇനി അങ്ങോട്ട് പോവില്ലല്ലേ വേണ്ടത്? രണ്ടാളും വീട്ടിൽ പോവാതെ കാട്ടിൽ പോയി. ഇത്രയും കാട്ടിൽ എത്തിച്ചേർന്ന് എൻ്റെ ഭഗവാനെ അവരങ്ങനെ നടന്ന് വൈകുന്നേരമായി, രാത്രിയായി, ഉറക്കം വരുന്നു. ഓരോരോ ജീവജാലങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് പേടിയായിട്ട് വയ്യ. അങ്ങനെ നടന്ന് എങ്ങനെയൊക്കെയോ രാത്രി കഴിച്ചു കൂട്ടിയത്രേ. പിറ്റേ ദിവസമായ സമയത്തും ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്താ നമുക്ക് വീട്ടിൽ പോയേ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക പറഞ്ഞു. അത്രേ ഭാര്യയ്ക്ക് എന്തൊരു ഭക്തി അറിയില്ല. ഭാര്യ എങ്ങനെ ഈ കാട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ സമയത്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വള്ളി ഇങ്ങനെ വീണടക്കണത് കണ്ടു. അപ്പുറത്ത് വേറെ ഒരു വള്ളിയും വീണടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, മനുഷ്യ ഈ രണ്ട് വള്ളിയും കൂടി കൂട്ടിക്കെട്ടി നമുക്ക് ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിയാലോ ചോദിച്ചു. ആലോചിച്ചു നോക്കൂ, വാനപ്രസ്ഥാശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി കാട്ടിലെത്തിയ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇപ്പം എന്താ ചെയ്യുന്നത്? ഊഞ്ഞാലാടി കളിക്കുകയല്ലേ. ഊഞ്ഞാലാട്ടെന്ന് വെച്ചാൽ എത്ര സ്ഥലമുണ്ട് അല്ലേ? വേറെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഊഞ്ഞാലാട്ടിന് അനവധി സ്ഥലമുണ്ട്. അവിടേക്ക് എവിടേക്കും പോയാൽ പോരെ. അപ്പോൾ ഇന്ദ്രിയ ജയം വരാത്ത ഒരാൾ എവിടെ പോയിരുന്നിട്ടും ഒരു കാര്യമില്ല. ഇന്ദ്രിയ ജയം വരികയാണ് ഇതാ വേണ്ടത്. ഇന്ദ്രിയ ജയം വന്ന ഒരാൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ദ്രിയ ജയം വരാൻ വേണ്ടിയിട്ടാണ് ഓരോ ആശ്രമങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒളിച്ചോടാനായിട്ടതാ പാടില്ല. ഒളിച്ചോടിയതുകൊണ്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത ഈ നരകത്തീ തന്നെ, ഈ നരകത്തീ തന്നെ, ഈ നരകത്തീ തന്നെ കരകത്തീടേ തിരുവൈക്കം വാഴും. വൈക്കത്തില്ല ആരും എഴുതിയതാണെന്നാ തോന്നുന്നു. വൈക്കത്തിലെ ആൾക്കാരൊന്നും ഇങ്ങനെ എഴുതില്ല, സംശയമില്ല അല്ലേ? ഈ നരകത്തീ തന്നെ, ഞാനിരിക്കുന്ന സ്ഥലം നരകാണേ. ഞാനിരിക്കുന്ന സ്ഥലം എൻ്റെ ബുദ്ധിമാണ്. ഈ ഞാനിരിക്കുന്ന സ്ഥലമല്ല നരകം. ആരാ നരകം? ഞാനാണ് നരകം എന്ന് മനസ്സിലാക്കണേ. ഞാനാണ് നരകം. അവനവൻ ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോരോ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ചീത്ത പാപകർമ്മങ്ങൾ തന്നിൽ നിന്ന് ഇല്ലാതാവാതെ അവരെ എവിടെ പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ പാപകർമ്മങ്ങൾ ഇല്ലാത്ത ഒരാളോ ദുഃഖം എവിടെ പോയാലും അനുഭവിക്കില്ല. എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് സുഖമാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവുക അല്ലേ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഉത്തരവാദിത്വത്തിനെ മറന്ന് അവിടെ നങ്ങേണ്ടത് അവിടെ ഇപ്പോൾ കല്യാണം കഴിക്കണത് വരെ ആൾക്കാർക്ക് കല്യാണം കഴിക്കണേ കണ്ടല്ലേ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ബൈക്കിൻ്റെ മുകളിൽ കൂടെ പൊണിക്കുക, അങ്ങനെ പൊണിക്കുക. ഇങ്ങനെ വിചാരിച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രേ വേണ്ടായിരുന്നേ ഭഗവാനെ, വേണ്ടായിരുന്നു ഇതാ മനസ്സിലായില്ലേ? ഇപ്പൊ വിവാഹം കഴിഞ്ഞപ്പോൾ കാര്യം ഇതാ മനസ്സിലായി ആൾക്കാർക്ക്. അവിടേക്ക് അയാൾക്ക് തോന്നി വേണ്ട കേട്ടോ വിചാരിച്ച്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട് കൂടിയിട്ട് ജീവിക്കുന്നതാണ് വേണ്ടത്. ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്നതാണ് വേണ്ടത്. അപ്പോഴയാൾക്ക് ബോധോദയം, എന്താ പോയാലോ ഇവിടുന്ന് എന്ന് വിചാരിച്ച അയാൾ അവിടെ ഇരുന്ന് ഏതായാലും ഭാര്യേൻ്റെ അമ്മ കാലൊടിഞ്ഞ് കിടക്കുക, അവിടെ വീണിട്ടില്ല. അവിടെ നിന്നിട്ട് എന്ത് വേണം? അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേരാക്കി കൊടുക്കണം. കുറേ ദിവസമായി 41 ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോയി ഭജിക്കണം വിചാരിക്കണം. എത്ര നല്ലതാ ഭഗവാനെ. അവിടെ പോയി നിൽക്കാതെ പോയി ഇത്ര എവിടുന്നാണ് അല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാലോ ഇവിടുത്തെ വീട്ടിലെ ഭഗവാനും ഗുരുവായൂരപ്പനും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടുന്ന് ഒരൊറ്റ മെസ്സേജ് അങ്ങോട്ടാക്കി, ഒരുത്തം വരുന്നുണ്ടേ ഭഗവാനെ വിശ്വസിക്കേണ്ട കേട്ടോ. ഇങ്ങനെ നല്ല ഡ്രസ്സ് എടുത്തിരിക്കലൊന്നുമല്ല അവരുടെ സ്വഭാവം. ശരിക്കും മനസ്സിലാവായിട്ടാണ് ഭഗവാൻ. ഇന്ന് ഇവിടുന്ന് ഒരു ചെറിയ മെസ്സേജ് ഇവിടുന്ന് ഭഗവാൻ അങ്ങോട്ട് അയക്കൂത്ര അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഉത്തരവാദിത്വ ബോധത്തിനെ മറന്ന് നമ്മൾ എങ്ങോട്ട് പോയിട്ടും ഒരു കാര്യമില്ല. എന്താ വേണ്ടത്? അവനവൻ്റെ ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വത്തിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇതാ വേണ്ടത്. ഗൃഹസ്ഥാശ്രമം എന്താ മോശം? സന്യാസാശ്രമം എന്താ മോശം അല്ലേ? ഓരാശ്രമം ഒരു മോശമില്ല. ഗൃഹസ്ഥാശ്രമം എന്ന് വെച്ചാൽ ഭാര്യയോട് കൂടിയിട്ട് അല്ലേ? അപ്പോൾ ഭാര്യയെ എങ്ങനെ വേണം? ഭാര്യയെ എപ്പോഴും ഭഗവാനായിട്ട് കാണും. ഭാര്യയെ എല്ലാ സമയത്തും എന്താ ചെയ്യുക? ഭഗവതിയായിട്ട് കാണും. ഭാര്യയെ എന്താ വിളിക്കേണ്ടത് അറിയും. ഭാര്യ എന്താ വിളിക്കേണ്ടത് ചോദിക്കും. ഭാര്യ എന്താ വിളിച്ചാൽ മതി? ഭർത്താവ് ഭാര്യനെ എന്താ വിളിക്കേണ്ടത്? പേര് വിളിക്കാൻ പാടില്ല. ഒരിക്കലും പേര് വിളിക്കാറുണ്ടോ ഭർത്താവ് അല്ലേ? പേര് വിളിക്കില്ല. ഏതെങ്കിലും ഭർത്താക്കന്മാരെ ഭാര്യനും പണ്ടുള്ള ആൾക്കാരൊന്നും വിളിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അറിയില്ല കേട്ടോ അല്ലേ? പേര് വിളിക്കും. എന്താ ഭാര്യനെ വിളിക്കേണ്ടത്? ഭദ്രകാളി എന്ന് വിളിച്ചാൽ മതി. ഇത്രയും ഒറ്റ പ്രാവശ്യം ഇവർ വിളിക്കൂ. പിന്നെ ജീവിതത്തിൽ ഇവർ വിളിക്കില്ല. അങ്ങനെ ആക്കി മാറ്റും. എന്താ വിളിക്കേണ്ടത്? ഭദ്രേ എന്നാണ് വിളിക്കേണ്ടത് അല്ലേ? സംസ്കൃതം നാടകമൊക്കെ കണ്ടല്ലേ? എന്താ വിളിക്കുക? ഭദ്രേ ഭദ്രേ എന്നാണ് വിളിക്കേണ്ടത് പറയും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളാണ് ഇങ്ങനെ ഓരോ രൂപമൊക്കെ കണ്ട് അല്ലേ അകരത വിചാരിക്കണം. ശരിക്കും ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭദ്രം കലയതീതി ഭദ്രകാളി. ഭദ്രത്തിനെ ഉണ്ടാക്കി തരുന്നയാളാ, മംഗളത്തിനെ ഉണ്ടാക്കി തരുന്നയാളെയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. എത്ര നല്ല പേരാ അല്ലേ? പക്ഷെ ഭർത്താവ് വിളിച്ചാൽ വല്ലാത്ത ദേഷ്യവും. അത് തന്നെ, ഭർത്താവ് വിളിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ ഭദ്രേതാ വിളിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഗൃഹസ്ഥാശ്രമം എത്ര നല്ല ഗൃഹസ്ഥാശ്രമം, എത്ര സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ. കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഭഗവാനെ പോലെ കാണാം അല്ലേ? അതിന് ഈശ്വരനെ പോലെ വീടൊക്കെ അമ്പലം പോലെ കാണാനായിട്ട് സാധിക്കും. എന്തൊരു സന്തോഷം അല്ലേ? എല്ലാ സമയത്തും സന്തോഷം മാത്രമാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം എന്താ മോശം? ഗൃഹസ്ഥാശ്രമം നല്ലതാണ്. സന്യാസാശ്രമമായാലോ അതും നല്ലത് തന്നെയാണ്. സന്യാസിയായി കഴിഞ്ഞാൽ
അവർ വിചാരിക്കും, ഓ ഞാൻ ഭഗവാനെ എത്ര നന്നായി കല്യാണം കഴിക്കാതിരുന്നത്, ഭഗവാൻ കല്യാണം കഴിക്കാതിരുന്നത് അല്ലേ, കല്യാണം കഴിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ചു. ഭാര്യയുടെ ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിനെ കാല് വെച്ച് കുത്തിയാൽ മതി അല്ലേ. അപ്പം അവിടെ ഇരുന്ന് ഈ ഭർത്താവ് അവിടെ ഇരുന്ന് കരണില്ല വെച്ചാലോ, ഭർത്താവ് കരണില്ല വെച്ചാൽ ഭാര്യ അവിടെ ഇരുന്ന് പറയുന്നത് എൻ്റെ ബന്ധുവിന് കാല് വേദനയായിട്ടല്ലേ, നിങ്ങളിതിപ്പോൾ നിങ്ങളെ ബന്ധു വെച്ചാൽ നിങ്ങളിവിടെ ഇരുന്ന് കരയിടാൻ മനുഷ്യ അവിടെ ഇരുന്ന് ഇതൊന്നും ഇപ്പം കേൾക്കണ്ടല്ലോ അല്ലേ. സന്യാസാശ്രമം എത്ര നല്ല ആശ്രമം, എല്ലാ ആശ്രമവും നല്ല ആശ്രമമാണ് അല്ലേ. വാനപ്രസ്ഥാശ്രമം നല്ലതാണ്. അപ്പോൾ ഇന്ദ്രിയ ജയം വരിക എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ ഏത് ആശ്രമത്തിൽ ഇരിക്കണം എന്നുള്ളതിനല്ല പ്രാധാന്യം. എങ്ങനെ വേണം? വിവേകാനന്ദ സ്വാമികൾ വർണ്ണിക്കും, കൊട്ടത്തേങ്ങ പോലെ ആവണം ജീവിതം എന്ന് പറയും അല്ലേ. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എങ്ങനെയല്ലേ പറയുക, അതായത് ചിരട്ടേൻ്റെ ഉള്ളിൽ ചിരട്ടേൻ്റെ ഉള്ളിലുള്ള ആ നാളികേരം അല്ലേ, അങ്ങനെ ഇളക്കി നോക്കി കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവും. അങ്ങനെ ആവുന്ന സമയത്തോ ചിരട്ടേൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാലും ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഗൃഹസ്ഥാശ്രമത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് വെച്ചാൽ ഭാര്യയാണ്, ഭർത്താവാണ്, കുട്ടികളാണ്, ബന്ധുക്കളാണ്, എല്ലാ കാര്യവും നമ്മളിത് ചെയ്തു കൊടുക്കേണ്ട. ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ, കുട്ടി എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, ഈ ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ. ചിരട്ടയായിട്ട് ബന്ധം ഉണ്ട് വെച്ചാലോ, നാളികേരാണ് നമ്മൾ പൊട്ടിക്കണത് വിചാരിക്കും അല്ലേ. നാളികേരാണ് പൊട്ടിക്കണതെന്ന് വെച്ചാൽ ആ ചിരട്ട ഏതാകൃതിയിലാണോ നിൽക്കുന്നത് അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള നാളികേരം ഉണ്ടാവുള്ളൂ അല്ലേ. എന്നാൽ കൊട്ടത്തേങ്ങ പൊട്ടിക്കണത് വെച്ചാലോ, ചിരട്ട എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള കൊട്ടത്തേങ്ങയ്ക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, നമുക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ആവണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ഭർത്താവിന് എന്തായാലും കുഴപ്പമില്ല, ഭാര്യയ്ക്ക് എന്തായാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് എന്തായാലും കുഴപ്പമില്ല, അവരുടെ കർമ്മം അത്രയേ ഉള്ളൂ. തന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്താനുഭവിച്ചിടുമെന്നേ വരൂരെ. PhD കഴിഞ്ഞ ചില ഭാര്യമാരുണ്ടായിരുന്നു. ആരെ ഭാര്യമാരറിയാം? രത്നാകരൻ എന്ന പേരായ ഒരു കാട്ടുകള്ളൻ്റെ ഭാര്യ അല്ലേ. അവർ നല്ലോണം PhD കഴിഞ്ഞവർ, എല്ലാ കാര്യത്തിലും അവർ ഭാഗവതമൊക്കെ അസ്ഥിരമായിട്ട് അറിയാം, അവർക്ക് നല്ല അറിവുള്ളവർ. ഈ രത്നാകരൻ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് പല ആൾക്കാരും ഉപദ്രവിച്ച്, പലരും വധിച്ച്, അങ്ങനെ മഹർഷീശ്വരന്മാരെടുത്തെത്തി. മഹർഷീശ്വരന്മാർ മെല്ലെ സൗമ്യമായിട്ട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ ആരും ഉപദ്രവിക്കണില്ലല്ലോ രത്നാകരൻ, നീ എന്തിനാ ഇങ്ങനെ ഞങ്ങളെയൊക്കെ എപ്പോഴും ഉപദ്രവിക്കണത്? അപ്പോൾ രത്നാകരൻ എന്താ പറഞ്ഞത് അറിയും, അതെ ഇതൊക്കെ എൻ്റെ ഭാര്യമാർ പറഞ്ഞിട്ടാണ്. അപ്പം അതൊക്കെ ഒന്നും രണ്ടും അല്ല അല്ലേ, കുറേ ഭാര്യമാർ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നീ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാപം ഉണ്ടാവില്ലേ, ഞങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെച്ചാൽ പാപം ഉണ്ടാവില്ലേ? പാപം ഉണ്ടാവും, എനിക്ക് അസലായിട്ട് അറിയാം പാപം ഉണ്ടാവുന്നുള്ളത്. എന്നാൽ ഇതൊക്കെ നീ നിനക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, എൻ്റെ ഭാര്യമാർക്ക് കൂടി വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. അപ്പം അതിൻ്റെ ആ പാപം അവരും കൂടി ഒന്ന് അനുഭവിക്കുമോ എന്നുള്ളതൊന്ന് ചോദിച്ച് വന്നോ പറഞ്ഞു. രത്നാകരൻ വേഗം വീട്ടിലേക്ക് പോയി ഭാര്യമാരോട് ചോദിച്ചു അത്രേ, എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ കാണിക്കുന്നത്, അതിൻ്റെ പാപമൊക്കെ കുറച്ച് നിങ്ങളും അനുഭവിക്കില്ലേ ചോദിച്ചപ്പോൾ ആ സ്ത്രീകളെ നന്നായിട്ട് വേദമൊക്കെ പഠിച്ചവരായിരുന്നു, അത്ര ഉപനിഷത്തൊക്കെ നന്നായിട്ട് പഠിച്ചവരായിരുന്നു. അവരവിടെ ഇരുന്ന് പറയണതായിരിക്കുന്ന ഒരു ഉപദേശം എന്താണ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താനുഭവിച്ചിടുമെന്നേ വരൂ. രാമകൃഷ്ണ പരമഹംസരുടെ ഒക്കെ പുസ്തകം വായിച്ച ആൾക്കാരാണ് തോന്നുന്നത്. ഇവർ കൊട്ടത്തേങ്ങനെയൊക്കെ പറ്റി നന്നായിട്ട് പഠിച്ച ആൾക്കാരല്ലേ. അവർ പറഞ്ഞു എന്താണ്, ചിരട്ട പൊട്ടിക്കോട്ടെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു അല്ലേ. കൊട്ടത്തേങ്ങയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം അതേപോലെ ആയിട്ട് തീരണം നമ്മുടെ ജീവിതം എന്ന് പറയും. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ കർമ്മത്തിനനുസരിച്ച് പലരും പലതും ഇത് അനുഭവിക്കുന്നു. അതിൽ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എന്തൊക്കെ സംഭവിക്കുന്നു ലോകത്ത്, പലതും സംഭവിക്കുന്നതൊക്കെ ഇപ്പം ഞാൻ വിചാരിച്ചാൽ നേരെയാക്കാൻ പറ്റും, എന്നെ കൊണ്ടതൊന്നും നേരെയാക്കാനായിട്ട് ഇതാ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇന്ദ്രിയ ജയം വരാൻ വേണ്ടിയിട്ട് കൈ ഓരോന്ന് പറയും, കണ്ണ് ഓരോന്ന് പറയും. ഇതിൻ്റെ പിന്നാലെ ഓടി നടന്നു കഴിഞ്ഞാലോ കാലം എന്തൊക്കെ കേൾക്കുന്നുണ്ട്, രാവിലെ എളുപ്പമായി നേരം വരെ അതും കേൾക്കുന്നുണ്ട് ഇതും കേൾക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കാൻ പുറപ്പെട്ടാൽ വേറെ എന്തിനാ സമയം ഉണ്ടാവുക ജീവിതത്തിൽ അല്ലേ. അത് കഴിയില്ല, ആ സമയം നമുക്ക് ഇതാ കിട്ടില്ല. അതുകൊണ്ട് സമയം പോവാതെ ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത്. എന്നിൽ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ ഇല്ലാതാവാൻ ഈശ്വരനെ ഉപാസിക്കുകയേ നിവൃത്തിയുള്ളൂ, ഭഗവാൻ ഉപാസിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടോ, എന്നാൽ നമ്മളുടെ ദുരിതം ഉണ്ടാവില്ല, നമ്മളുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതായിട്ട് ഇതാ തീരും. അങ്ങനെ നല്ല ബോധമായിത്രേ ആ പ്രിയവ്രതനെ.
ഈ കാരണവർ എന്താണ് പറയുന്നത് അത് കേൾക്കുകയാണ് വേണ്ടത് എന്നുള്ള ഭാവത്തിൽ പ്രിയവ്രതൻ നേരെ നാട്ടിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം ഒരു കല്യാണം കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്. ഇപ്പോഴോ അദ്ദേഹം 2 കല്യാണം കഴിച്ചു. 2 കല്യാണം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി. ആദ്യീധനം തുടങ്ങിയതായിരിക്കുന്ന കുട്ടികളൊക്കെ അതാ ഉണ്ടായി. ആത്മീയതനും കാട്ടിൽ എത്തിച്ചേർന്നു. ആത്മീയതരൻ കല്യാണം വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല, നല്ലൊരു കല്യാണം തരാവണേ എന്നുള്ള ഭാവത്തിലാണ് കാട്ടിൽ പോയിട്ട് ആ തപസ് ചെയ്യുന്നത്. അദ്ദേഹം ഭഗവാനോട് ഓരോന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കേൾക്കേണ്ടത് തന്നെ. എന്തായാലും നഷ്ടമായിട്ട് കവിത എഴുതാൻ അറിയുന്നയാൾ. അങ്ങനെ നല്ല ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആലോചിച്ചത്തിൽ എങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ ലോകത്ത് നല്ല സൗന്ദര്യമൊക്കെ ഉള്ള കുട്ടികൾ ഭഗവാൻ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ആ പെൺകുട്ടിയുടെ പേരാണ് പൂർവ്വചിത്തി. അപ്പോൾ പൂർവ്വചിത്തിയോട് പറഞ്ഞു, നിന്നെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച് ഒരാൾ കാത്തു നിൽക്കണുണ്ടോ, എന്നാൽ ശരി കേട്ടോ ഞാൻ പോയിക്കോളാം. അങ്ങനെ പൂർവ്വചിത്തി നല്ല ഒരു മാലയൊക്കെ കയ്യിലേക്കെടുത്ത് ഇപ്പോൾ ആഗ്നേയധ്രൻ്റെ കഴുത്തിലേക്ക് ഇതാ മാല എടുത്തിട്ടു. ഇങ്ങനെ ആഗ്നേയധ്രൻ പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേരെന്താണ്? മറന്നു വരുന്നത്. എന്താ പേര്? പൂർവ്വചിത്തി. പൂർവ്വചിത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിത്തത്തിൻ്റെ പൂർവ്വത്തിലുള്ളത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ കർമ്മഫലം എന്നർത്ഥം അല്ലേ? ആരേ നമ്മുടെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വരുള്ളൂ? ആരാണ്? നമ്മളെ കർമ്മമാണ് നമ്മളെ ഭാര്യയായിട്ട് വരിക. നമ്മളെ കർമ്മമാണ് നമ്മളെ ഭർത്താവായിട്ട് വരിക. നമ്മളെ കർമ്മമാണ് നമ്മളെ കുട്ടികളായിട്ട് ജീവിതത്തിൽ ഇതാ വരിക അല്ലേ? അവരവരുടെ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്ത പുണ്യ പാപ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു പുരുഷനെ മാത്രമേ ഇവിടെ ഇതാ ഭർത്താവായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെ ഒരുത്തനെ കിട്ടിയില്ല, ഭഗവാനെ വേണ്ടില്ല, എഴുന്നേ നമ്മൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഫോട്ടോ എടുക്കാൻ കൂടിയും പറ്റില്ല കേട്ടോ. വേണ്ടില്ല, ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്ന് വർത്താനം പറയാൻ അറിയോ അയാൾക്ക് വിചാരിച്ച് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? കരഞ്ഞിട്ട് കാര്യമില്ല, അവരവരനുഭവിക്കണം. നല്ല കർമ്മമാണ് നമ്മൾ ചെയ്തു വെച്ചാൽ നല്ല ഭർത്താവിന്, നല്ല സ്നേഹമുള്ള ഭർത്താവിന് അല്ലേ, നല്ല സ്നേഹമുള്ളതായിരിക്കുന്ന ഭാര്യ, നല്ല കുട്ടികൾ ഒക്കെ ഉണ്ടാകുന്ന കാരണം അവനവൻ്റെ കർമ്മമാണെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ആ കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം മാനേജറായാലും ശരി, ചില ആൾക്കാരൊക്കെ അമ്പലത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. ചില മാനേജർമാരൊക്കെ ട്രാൻസ്ഫർ ആവാൻ എന്തെങ്കിലും വഴിപാടുണ്ടോ ഒന്ന് അയാളൊന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആൾക്കാർ പറയുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇങ്ങോട്ട് പറയും, ഇങ്ങനെ ഒരു മാനേജർ എടുത്ത് ഇരിക്കേണ്ടി വന്നില്ലേ ഭഗവാനെ വേണ്ടില്ലായിരുന്നു പറഞ്ഞാൽ നമ്മളിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? നമ്മളുടെ കർമ്മം നല്ല കർമ്മമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത് വരുന്നവരൊക്കെ നമ്മളോട് നല്ല സ്നേഹമുള്ള ആൾക്കാരായിട്ട് താൻ മാറുന്നുണ്ട്. അതാണ് ഭാര്യയ്ക്ക് എന്ത് പേര് കൊടുത്തത്? പൂർവ്വചിത്തി എന്ന പേര് കൊടുക്കാനുള്ള കാരണം. അങ്ങനെ ആ പൂർവ്വചിത്തിയിൽ കുട്ടികളൊക്കെ ഉണ്ടായി. നാഭി തുടങ്ങിയതായിരിക്കുന്ന കുട്ടികളൊക്കെ അതാ ഉണ്ടായി. നാഭി മഹാരാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനെ കണ്ട സമയത്ത് യാഗം ചെയ്യുന്നതായിരിക്കുന്ന ഋത്തിക്കുകൾ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അഥ കഥഞ്ചൽ സ്ഖലന ക്ഷുത്പതന ജൃംഭണദുരവസ്ഥാനാദിഷു വിവശാനാം സ്മരണായ ജ്വരമരണദിശായാമഭി സകല കശ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തോ അഥ കഥഞ്ചൽ സ്ഖലന ക്ഷുത പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു. ഭഗവാനെ എല്ലാ സമയത്തും ഞങ്ങൾക്ക് അങ്ങയെ തന്നെ ഓർക്കാനായിട്ട് ഇതാ സാധിക്കണേ. എപ്പോഴൊക്കെ കാലിൻ്റെ മുള തട്ടി വീണ സമയത്ത് ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന വാക്കുകളൊക്കെ അങ്ങയുടെ നാമമായിട്ട് മാറണേ. കല്ലിൻ്റെ മുള കാല് തട്ടി നമ്മൾ വീഴുമ്പോൾ നമ്മൾ ഏത് വാക്കാണ് ആദ്യം പറയുക അല്ലേ? ഏത് വാക്കാണ് ആദ്യം പറയുക? ആദ്യം ഏത് വാക്കാണോ അതേ പറയുള്ളൂ അല്ലേ? അതിനിപ്പോൾ അമേരിക്കയിൽ നിന്ന് കല്ല് തട്ടി വീണാലും ശരി, അതുവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞൊക്കെ ചോദിച്ചാലും വേദന ഒരു ഏത് വാക്കാണ് ആദ്യം പറയുക? അമ്മയെന്ന് തന്നെയാണ് പറയുക അല്ലേ? എന്താ അമ്മയെന്ന് പറയാനുള്ള കാരണം? എന്താ അമ്മയെന്ന് പറയാൻ? ഉപബോധ മനസ്സിൽ എന്താ കിടക്കുന്നത് അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞതായിരിക്കുന്ന വാക്കാണ് നമ്മളുടെ ആ ഉള്ളിലിതാ കിടക്കണത് അല്ലേ? അത് നമ്മൾ മറക്കില്ല. അതിങ്ങനെ പുറത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഓരോന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. വല്ലാതെ വേദന വരുന്ന സമയത്ത് എന്താണോ ഉള്ളിലുള്ളത് അതാണ് പുറത്തേക്ക് ഇതാ വരിക. അപ്പം എന്ത് വേണം? ഉള്ളിലും എന്തായിരിക്കണം? ഭഗവാനായിരിക്കണം. പുറത്തും എന്തായിരിക്കണം? ഭഗവാനായിരിക്കണം അല്ലേ? ഇപ്പോൾ എപ്പോഴും എനിക്ക് അങ്ങയെ തന്നെ ഓർക്കാനായിട്ട് ഇതാ സാധിക്കണേ. സ്ഖലന ക്ഷുത പതനജൃംഭണദുരവസ്ഥാനാദിഷു വിവശാനാം സ്മരണായ
ജ്വര മരണ ദശായാമപി സകല കശ്മല നിരസനാനി തവ ഗുണകൃത നാമധേയാനി. എപ്പോഴും അങ്ങയുടെ നാമം ജപിക്കാൻ സാധിക്കണേ, നാമം ജപിക്കാൻ സാധിക്കണേ, നാമം ജപിക്കാൻ സാധിക്കണേ എന്നുള്ള ആ ഋത്തിക്കുകളുടെ പ്രാർത്ഥന. ഋത്തിക്കുകൾ ഒന്നുകൂടിയും പറഞ്ഞു അത്രേ ബ്രാഹ്മണർ, ഭഗവാനെ ഞങ്ങൾക്ക് അങ്ങയെ കാണുന്ന സമയത്ത് ഒരു ആഗ്രഹം കൂടിയുണ്ട്. എന്താ അറിയോ, ഞങ്ങളുടെ ഈ രാജാവിന് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായില്ല. അതുകൊണ്ട് അങ്ങയെ കാണുമ്പോൾ അങ്ങയെ പോലെ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കണത് പറഞ്ഞു അത്രേ. അപ്പം ഭഗവാൻ പറഞ്ഞതെന്ന് അർത്ഥം തോന്നുന്നില്ല കേട്ടോ. പറഞ്ഞു നിങ്ങൾ പറയാൻ ഒക്കെ ഇപ്പം വിട്ട് നിർക്കാറുണ്ട് വെച്ചാലവര് എന്താ ഭഗവാനെ അങ്ങനെ പറയണത്? എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ ലോകത്താരും ഇല്ല, എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലേ. പക്ഷേ ബ്രാഹ്മണരെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവരാണ്? എൻ്റെ മുഖമാണ് ഭഗവത് ഭക്തന്മാര്. ആ ഭക്തന്മാരുടെ നാവിലൂടെ വരുന്നതായിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്ക് തന്നെയാണ്. ഞാനാണ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഓരോ വാക്കുകൾ ഇതാ പുറത്തേക്ക് ഇതാക്കണത്. അതുകൊണ്ട് നിങ്ങളുടെ നാവിലൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതെനിക്ക് സത്യമാക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഭഗവത് ഭക്തന്മാരുടെ ഒക്കെ കഥ അല്ലേ. നമ്മളിങ്ങനെ വല്ലാതെ വിഷമിച്ച് ദുഃഖിച്ച് എൻ്റെ ഭഗവാനെ എന്തായാലും മാറില്ല കേട്ടോ, ഈ അസുഖം എന്തായാലും മാറില്ല എന്നങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനെ ഉപാസിക്കുന്ന ഏതെങ്കിലും യോഗീശ്വരന്മാരായിരിക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ അവരെന്താ പറയുക, സാരമില്ല നമ്മളിപ്പോഴും അപ്പം തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ പിന്നെ ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്ത് പറയുക, അല്ല നിങ്ങൾ ഏത് ഡോക്ടറെയാണ് കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡോക്ടർ വൈദ്യനാഥനെയാണ് കണ്ടത്. പറയാം ഏത് വൈദ്യനാഥൻ? ഭഗവാനെയാണ് ഞങ്ങളെന്നാ കണ്ടത് അല്ലേ. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ വിചാരി ഭക്തന്മാരുടെ നാവിലൂടെ വരുന്ന വാക്ക് അതാണ് പ്രശസ്തമായിരിക്കുന്ന ഉദാഹരണം അല്ലേ. ഗുരുവായൂരമ്പലത്തിൽ വയറുവേദന വന്ന് സഹിക്കാതെ നടക്കുന്ന ഒരാളും വില്യമംഗല സ്വാമിയാരെ കണ്ടെത്തിയത്. വില്യമംഗല സ്വാമിയാരോട് പറഞ്ഞു, സ്വാമിയാരെ എൻ്റെ ഈ അസുഖം അത് മാറില്ല കേട്ടോ, കുറേ കാലം വേദന കൊണ്ട് സഹിക്കുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ്റെ വലിയ ആളാണ് ഞാൻ വലിയ ആളാട്ടോ ഭഗവാൻ എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. നമുക്ക് ഇങ്ങനെ പല ആൾക്കാരും അങ്ങനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ആ ഭഗവാനോടൊന്ന് പോയി ചോദിച്ചു വരൂ എൻ്റെ അസുഖം മാറാൻ എന്താ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വില്യമംഗല സ്വാമിയാർ പറഞ്ഞു, ശരി നീ അവിടെ ഇരുന്നു, ഞാൻ ഒന്ന് ചോദിച്ചു വരട്ടെ. വില്യമംഗല സ്വാമിയാർ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു അയാളുടെ ഈ അസുഖം വയറുവേദന പറഞ്ഞത് ഈ ജന്മത്തേക്ക് എന്നല്ല, ഒരു 7 ജന്മത്തിലേക്ക് മാറില്ല, സംശയമില്ല പറഞ്ഞത്രേ. വില്യമംഗല സ്വാമിയാർ കരഞ്ഞിട്ടാണ് വരുന്നത്. ചോദിച്ചു എന്താ കരയുന്നത് മഹർഷി? ഭഗവാൻ എങ്ങനെയാട്ടോ പറഞ്ഞത്, നിങ്ങളുടെ അസുഖം മാറില്ല എന്നാ പറയും. എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട്, എന്നാലും അതെങ്ങനെയാണ് പറയാതിരിക്കുക, അങ്ങയുടെ അസുഖം മാറില്ല എന്നാണ് പറഞ്ഞത്രേ. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ പാദങ്ങളിലുള്ള ആ ഉറച്ചതായിരിക്കുന്ന ഭക്തി വിശ്വാസം കാരണം പിന്നെയും അമ്പലക്കുളത്തിൽ കുളിക്കും. അമ്പലത്തിൽ രാവിലെ 3 മണിക്ക് തന്നെ പ്രദക്ഷിണം തുടങ്ങുക. ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഉപാസിച്ച് നാമം ജപിക്കാൻ നിർത്തില്ല. വയറുവേദന കൊണ്ട് എന്ത് മറക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിന് ഉറക്കെ ഇങ്ങനെ നാമം ജപിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഭക്തയായിരിക്കുന്ന കുറൂരമ്മ അവിടെ എത്തിച്ചേർന്നത് അത്രേ. കുറൂരമ്മയോട് ചോദിച്ചു, അമ്മേ അസുഖം മാറാൻ എന്താ വേണ്ടത് അമ്മ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ പറഞ്ഞു അത്രേ. ഇവിടെയാണ് ആ അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞു, അത് സാരമില്ല അച്യുതാനന്ദ ഗോവിന്ദാന്ന് കുറച്ച് ജപിച്ചോളൂ മാറിക്കോളൂ എന്ന് പറഞ്ഞു അത്രേ. ഇദ്ദേഹം അത് കേട്ടതോടുകൂടി പിന്നെ എപ്പോഴും അച്യുതാനന്ദ ഗോവിന്ദ 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 അല്ലേ. ഈ നാമം ഇങ്ങനെ ജപിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അസുഖമൊക്കെ മാറി. അതന്നെ ഒരു അസുഖം ഇല്ലാതെയായി അത്രേ. അസുഖം ഇല്ലാതെയായിട്ട് ഇയാൾ ഗുരുവായൂരിൽ പോയില്ല. ചില ആൾക്കാരങ്ങനെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് യാത്ര പോകും. പക്ഷെ ഇയാൾ പോയില്ല അത്രേ. ഇയാൾ അവിടെ ഇരുന്ന് പിന്നെയും ഭഗവാനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്നു അത്ര. എന്തോ തൊടാൻ വേണ്ടിയിട്ട് വില്യമംഗല സ്വാമിയാർ വന്നതാണ്. അപ്പോൾ സ്വാമിയാർ ഇയാളെ കണ്ട സമയത്ത് അസുഖമൊക്കെ മാറിയത് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല സ്വാമിയാരെ അങ്ങല്ലേ എനിക്ക് അസുഖമൊക്കെ മാറില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്തേണ്ടായി ഈ അസുഖമൊക്കെ മാറി? അത് തന്നെ. വില്യമംഗല സ്വാമിയാർ നേരെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ ആളെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല കേട്ടോ ഭഗവാൻ, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളുടെ അടുത്ത് പോയി പറഞ്ഞത് അസുഖം മാറില്ല എന്നുള്ളത്. എന്തുകൊണ്ടേ അയാളുടെ അസുഖം മാറിയത് ചോദിച്ചു അത്ര. ഇപ്പം എന്താ അറിയുമോ ഭഗവാൻ കൊടുത്ത മറുപടി? കുറൂരമ്മ ഇയാളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മാറ്റി കൊടുക്കാതിരിക്കാൻ പറ്റൂലേ. അതാണ് ഈ ഭഗവത് ഭക്തന്മാരുടെ നാവിലൂടെ എന്താണോ വരുന്നത് അതിനെ ഭഗവാൻ
സത്യമാക്കി തീർക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സത്യമാക്കാതിരിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ വേറൊരാളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതിലാതെ സന്തോഷം. ഭഗവാൻ തന്നെ വിചാരിച്ചത് പിന്നെ വേറെന്താ വേണ്ടത്? ഇങ്ങനെ നാഭി മഹാരാജാവിൻ്റെയും മേരുദേവിയുടെയും പുത്രനായി സാക്ഷാൽ ഭഗവാൻ തന്നെ ഋഷഭദേവനായിട്ട് അവതരിച്ചു. ഋഷഭൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് ഇതാ അർത്ഥം. എല്ലാ വസ്തുവിലും ശ്രേഷ്ഠത അത് കാണിക്കാനായിട്ട് പുറപ്പെട്ടു ഉത്തരേ ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭരണം, അല്ലാതെ വേനലൊക്കെ വരുന്ന സമയത്ത് മഴയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു, മഴയൊക്കെ പെയ്യിപ്പിച്ചു. അപ്പോൾ ഈ മഴ പെയ്യിക്കാനുള്ള അവകാശം ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ എന്തെന്താ ഇയാൾ എൻ്റെ വകുപ്പ് കയറി കളിക്കണം, ഭഗവാനെ ഞാനല്ലേ മഴ പെയ്യിപ്പിക്കേണ്ട ആൾ. അങ്ങനെ ഇന്ദ്രൻ വല്ലാത്ത വിഷമായി. ഇന്ദ്രൻ വിചാരിച്ചു, എന്നാൽ ശരി ഭഗവാനോട് യുദ്ധം ചെയ്യുക, തന്നെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക വേണ്ടത്, അതാണ് യുദ്ധനീതി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് നേരെ അമ്പം വില്ലൊക്കെ കയ്യിലേക്ക് എടുത്ത് ആ ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രന് തോന്നി, ഭഗവാനോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കില്ല. അപ്പം എന്തായാലും ജയിക്കില്ല എന്ന് ആദ്യം മനസ്സിലായാൽ പിന്നെ എന്താ വേണ്ടത്? പിന്നെ യുദ്ധം ചെയ്യാൻ പോകാൻ പാടില്ല. പിന്നീട് അവരോട് സ്നേഹം കൂടിയാണ് വേണ്ടത്. അതാണ് യുദ്ധനീതി. അതിനിപ്പോൾ നീ ഭഗവാനോട് സ്നേഹം കൂടുന്നെച്ചാൽ എന്താ ചെയ്യുക? തനിക്കൊരു മകളുണ്ട്. ഇന്ദ്രൻ്റെ മകളുടെ പേരാണ് ജയന്തി. നല്ല സുന്ദരിയായിരിക്കുന്ന കല്യാണപ്രായമായ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കയ്യും പിടിച്ചു അത്ര. എന്നിട്ട് വേഗം നേരെ ആ ഋഷഭദേവൻ്റെ അടുത്ത് വന്ന് ഋഷഭദേവൻ ഇതാ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പം ഇന്ദ്രൻ ആരായി ആലോചിച്ച് നോക്കൂല്ലേ? ആരായി? ഋഷഭദേവൻ്റെ ആരായി? ഇന്ദ്രൻ അമ്മായിയപ്പനായി. ആ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റൂ. അപ്പം പിന്നെ ഇന്ദ്രന് നല്ല സന്തോഷമായി. ഋഷഭദേവൻ അതിലേറെ സന്തോഷമായി അല്ലേ? അങ്ങനെ ഈ ഋഷഭദേവന് ജയന്തിയിൽ 100 ആൺകുട്ടികളാണ് ഇതാ ഉണ്ടായത്. ആദ്യത്തെ ആൺകുട്ടിയുടെ പേരാണ് ഭരതൻ. ആ ഭരതൻ ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്നുള്ള പേര് തന്നെ അതാ കിട്ടിയത്. അതുവരെ ഈ രാജ്യത്തിന് അജനാഭം നാമ ഏതദ്വരുഷം ഭാരതമിതി വ്യപതിശന്തി, അജനാഭം എന്നായിരുന്നു പേര്. അദ്ദേഹം രാജ്യം ഭരിച്ചതുകൊണ്ട് ഭാരതം എന്നുള്ള പേരായിട്ട് ഇതാ മാറി. അതിന് അദ്ദേഹത്തിന് ഒരു 9 അനുജന്മാരുണ്ട്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ തുടങ്ങി 9 കുട്ടികൾ. പിന്നീട് കുറച്ച് പേര് ബ്രാഹ്മണരായി, കുറച്ച് പേര് രാജാക്കന്മാരായി. 100 കുട്ടികളെയും അടുത്തേക്ക് ഇതാ വിളിച്ചിരുത്തി ആ ഋഷഭദേവൻ അതിഗംഭീരമായിട്ട് ഇതാ ഉപദേശം കൊടുക്കാനായിട്ട് പുറപ്പെട്ടു. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അരിഹദേവി ഭുജാമ്യേ തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധേവ്യസ്മാത് ബ്രഹ്മസൗഖ്യം തോ അനന്തം. ഹേ കുട്ടികളെ, മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ളതല്ല. 84 ലക്ഷം ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ചതിൻ്റെ അവസാനത്തിൽ മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യ ശരീരത്തിനെ പ്രദാനം ചെയ്യുന്നത്. ഈ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാലോ കഷ്ടാൻ കാമാൻ, ഈ ലോകത്തുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിനെ വ്യർത്ഥമാക്കാനായിട്ട് താൻ പാടില്ല. ഇത് നമ്മൾ അനുഭവിക്കുന്നതായ ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ മനുഷ്യജന്മം വേണമെന്നില്ല. 4 കാലും വാലുമുള്ള ഒരു ശരീരമായി കഴിഞ്ഞാലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ആ ശരീരം കൊണ്ടും നമുക്കിതാ സാധിക്കുന്നതാണ്. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളതല്ല. ഇഹലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ശരീരം. എന്തിനുള്ളതാണ്? ബ്രഹ്മസൗഖ്യം തു അനന്തം, അനന്തമായിരിക്കുന്ന ബ്രഹ്മാനന്ദം, പരമമായിരിക്കുന്ന ആനന്ദമാണ് ജീവിതത്തിൽ ഇതാ ഉണ്ടാവേണ്ടത്. ആ ആനന്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മഹൽസേവാദ്വാരമാഹുർവിമുക്തേ, മഹാത്മാക്കളായിരിക്കുന്ന ആളുകളോട് കൂടിയിട്ട് ഇതാ കൂട്ടുചേരാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. തമോദ്വാരം യോഷിതാം സംഘം. ഇഹലോക സുഖസൗകര്യങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം വ്യർത്ഥമായിട്ട് ഇതാ തീരുന്നത്. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എത്ര ക്ഷണികമാണ്. നമ്മളിതാ ഇവിടുന്ന് വിചാരിക്കുന്ന ഓരോ സുഖസൗകര്യങ്ങളല്ലേ, നമുക്ക് വളരെ ക്ഷണികമായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഭക്ഷണമായാലും ശരി, ആ ഭക്ഷണം എത്ര നേരെ നമുക്ക് സ്വാദായിട്ട് തോന്നുന്നുള്ളൂ, എത്ര നേരെയുള്ളൂ? ഈ നാവിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? ആകെപ്പാട് 2 സെക്കൻഡ് നേരിട്ടുണ്ട്. ഏത് ഭക്ഷണമായാലും ഇവിടെ നിന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരേപോലെയാണ് അല്ലേ? എന്നിട്ട് ആളുകൾ എന്ത് വിചാരിക്കണം? അതന്നെ വേണേ ഭഗവാനെ, അതന്നെ വേണേ, അതന്നെ വേണേ, അതന്നെ വേണേ അല്ലേ? ആ ചെറിയൊരു കാര്യത്തിനാണ് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് വെച്ചാലോ ഒരു പ്രയാസമില്ല. ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിലേക്ക് ഇതാ എത്തിച്ചേരാൻ സാധിക്കണം. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന സ്ഥലത്ത് പോയാൽ ഞാൻ
നല്ല ഭക്ഷണം കഴിക്കാട്ടോ, എപ്പോഴോ കേട്ടതാ അത്ര. എന്നിട്ട് അത് കിട്ടാൻ വേണ്ടി സിംഗപ്പൂർ പോയാൽ നല്ല ദോശ കിട്ടൂത്ര. ഇത് കേട്ട് അന്ന് മുതൽ ആഗ്രഹം പോണമെന്ന് വിചാരിച്ച് എത്ര ഉറപ്പ് വേണ്ടി വരും ഭഗവാന്. ഇവിടുന്ന് സിംഗപ്പൂർക്ക് അങ്ങോട്ട് പോകണമെച്ചാൽ ഒരു 75,000 അതൊക്കെ വേണ്ടി വരും എന്തായാലും. അതേപോലെ ഇങ്ങോട്ട് പോരാനും ഫ്ലൈറ്റിൽ വേണ്ടി വരും. അപ്പം ഇങ്ങോട്ട് പോരാനും 75,000. ഇങ്ങനെ 1-1.5 ലക്ഷം ഉറുപ്പ്യൊക്കെ ചെലവഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 50,000 ഉറുപ്പ്യേൻ്റെ ദോശയെങ്കിലും കഴിക്കണ്ടേ. ഇപ്പം എത്ര ഉറുപ്പ്യായി ആകണ്ടേ. ഇയാൾക്ക് എന്താ ജോലി? ഇയാൾക്ക് അടുത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് വൈകുന്നേരമായ ഒരു 1000 ഉറുപ്പ്യ കിട്ടിയാൽ ആയി, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് ഇങ്ങനെ പൈസ എടുത്തേച്ച് ഇപ്പം എത്ര വയസ്സായി? 95 വയസ്സായി. അത് തന്നെ ദോശ കഴിക്കാനുള്ള പൈസ ഏകദേശമായി. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ പോയി ആ ദോശ കഴിച്ച് അന്ന് വൈകുന്നേരം വായ പൊളിച്ചു, പിന്നെ വായ അടച്ചില്ല, കഴിഞ്ഞു കഥ. കഷ്ടാൻകാമാനരികതേ വിട്ടുജായേ. ഇഹലോക സുഖസൗകര്യങ്ങൾ അനുഭവിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യും. എന്തിനായി പണം ഉണ്ടാക്കുന്നത്? ഇഹലോകത്തിലുള്ള ഓരോ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ സുഖങ്ങളൊക്കെ വളരെ ക്ഷണികമാണ് എന്നത് മനസ്സിലാക്കൂ. അതുകൊണ്ട് പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുക. ആനന്ദമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിനോ വിമന്യവസ്തുത സാധവോയേ. ആരായി സാധു ജനങ്ങൾ? വിമന്യവ, ആരോടും മഞ്ഞില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക അല്ലേ. നമ്മളൊക്കെ സജ്ജനങ്ങളാണോ ആലോചിച്ച് നോക്കൂലേ? ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ? ആരോടും ദേഷ്യമില്ല വിചാരിക്കും. ആരോടും ദേഷ്യമില്ല വെച്ചാൽ അവർ സജ്ജനെന്ന് പറയും. ഏതായാലും ഇന്ന് തന്നെ വീട്ടിൽ പോകുമ്പോൾ ഒരു 200 പേജിൻ്റെ പുസ്തകം വാങ്ങും. ചിലവർക്ക് ഒന്നും മതിയാവില്ല, 2-3 വേണ്ടി ആദ്യം വാങ്ങാൻ നല്ലത് പുതാരട്ടോ. അതിൽ ദേഷ്യമുള്ള ആൾക്കാരുടെ ഒക്കെ പേര് എഴുതിയിരിക്കുക അല്ലെ. ദേഷ്യമുള്ള ആൾക്കാരുടെ ഒക്കെ പേര് ഇങ്ങനെ എഴുതിയിരിക്കുക. അതിൽ ഒരാളെ പേര് എഴുതിയില്ല വിചാരിക്കുക. അവരെയാണ് സജ്ജനങ്ങൾ എന്നതാ പറയുന്നത്. മഹാന്തസ്തേ സമചിത്താഹ പ്രശാന്താഹ സമചിത്താഹ. ഈ സമചിത്തന്മാരെയാണ് മഹാത്മാക്കള് എന്ന് പറയുക. സമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപനിഷത്തുകളൊക്കെ വർണ്ണിക്കും സമോ വൈ ബ്രഹ്മ. എവിടെയൊക്കെ സമന്ന് കാണുന്നുണ്ടോ അവിടെയൊക്കെ ബ്രഹ്മം എന്ന് മനസ്സിലാക്കണം. അപ്പം എല്ലാ വസ്തുക്കളിലും ബ്രഹ്മത്തിനെ കാണുക, ഭഗവാനെ കാണുക, നല്ലതിനെ മാത്രം കാണുക. ഒരു വസ്തുവിൽ നല്ലതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നല്ലതായിട്ട് ഇതാ മാറി. അപ്പം ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അതെന്തോ നല്ലതിനാണ്, എന്തോ ഒരു നല്ല കാര്യം വരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. അതാണല്ലോ ഈ ഓടുന്ന ആൾക്കാരെയൊക്കെ കണ്ടത് അല്ലേ. ഓടുന്ന ആൾക്കാരെന്താ ചെയ്യുക? കുറച്ച് പിന്നിലേക്ക് അങ്ങോട്ട് ഓടും. പിന്നിലേക്ക് അങ്ങോട്ട് ഓടിയിട്ട് മുന്നേക്ക് ഒരു ഓട്ടം ഉണ്ട് അല്ലേ. ഈ പിന്നിക്ക് ഓടുന്ന ആവശ്യമുണ്ടോ ആലോചിച്ചു. ഇതേപോലെ ഭഗവാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറേശ്ശൊക്കെ ചിലപ്പോൾ തരും. അതോട് കൂടിയിട്ട് പിന്നെ മുന്നിലേക്ക് അങ്ങനെ. അതാണല്ലോ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോണ സമയത്ത് വല്ലാതെ വേർത്ത് വിളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ഒരിറക്കം എന്തായാലും ഇതാണ്ടായിരിക്കും ജീവിതത്തിൽ. അതാണ് നമ്മളിതാ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും സമത്തിനെ കണ്ടുകൊണ്ട് വിമന്യവസ്വൃതസാധവോയേ അതിഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ അതാ കൊടുത്തു. എല്ലാ സ്ഥലത്തും ഭഗവാനെ മാത്രം കണ്ട് നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹ ആത്മബുദ്ധേ. ഈ ഗേഹത്തിലേക്കും ഉള്ളതായിരിക്കുന്ന ശ്രദ്ധയെ കുറച്ച് ദേഹത്തിലേക്ക് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആരോടാ അല്ലേ? എന്തിനോടാ ഏറ്റവും കൂടുതൽ ശ്രദ്ധ? തൻ്റെ ദേഹത്തിനോട് തന്നെയാണ് അല്ലേ. തൻ്റെ ദേഹത്തിന് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയുണ്ടെച്ചാൽ രാവിലെ നേരത്തെ നീക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? ദേഹത്തിനൊന്നും വരാൻ വേണ്ടി വല്ലാതെ കടന്നുറങ്ങിയാൽ ആ ശരീരം വല്ലാതെ ഇങ്ങനെ അപകടം അത് വേണ്ട, നേരത്തെ നീട്ടുക അല്ലേ. ഭക്ഷണം കഴിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ദേഹമാണ്. നല്ല ഭക്ഷണം കഴിച്ചാലേ നല്ല ദേഹത്തിനോട് അല്ലേ എന്തൊരു ശ്രദ്ധയാണെന്നാണ് വിചാരിച്ചത്. ഓരോരോ ആൾക്കാർ കണ്ണാടീൻ്റെ മുന്നിൽ എത്ര നേരെ പോയി നിൽക്കുക എന്നാണ് വിചാരിച്ചത് അല്ലേ. ഇങ്ങനെ ദേഹത്തിനെ നേരെയാക്കി. എന്നാൽ ഈ ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഇത് ദഹിച്ചു പോകുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് ഇതിന് ദേഹം എന്ന് പേരിതാക്കിയത്. അത് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? തീയെ കൊണ്ടുപോയിട്ടാണുള്ളത്. ഇതിനാ തിരുമേനി ഇടയ്ക്ക് ഇതിനെ ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങളിവിടെ കുറച്ച് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓർക്കണം അല്ലേ. ദേഹത്തിനെ പറ്റി നമുക്കിങ്ങനെ കുറേ വയസ്സായതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കന്നെ. നമ്മളിങ്ങനെ പല്ലിൻ്റെ ആൾക്കാർ പല്ല് പോയതൊക്കെ ഓർക്കുക. പല്ല് പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഉണ്ടാവില്ലേ? വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കണത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കണം. നല്ലോണം വയസ്സാവണത്. അങ്ങനെ വയസ്സായി നമ്മൾ കാല് തട്ടിയാണ്ട് വീണു. വീണ സമയത്ത് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഇതാ ഓടി വന്നു. അത്ര നല്ല മനുഷ്യനായിരുന്നു ഭഗവാൻ.
വേഗം കൊണ്ടുപോകുക, ആംബുലൻസ് വിളിച്ചു, അടുത്ത ഹോസ്പിറ്റലിൽ ചാലക്കുടി ഉണ്ടെന്നാണ് കേട്ടത്. പോയി അവിടേക്ക് ഹോസ്പിറ്റലിൽ. അവിടെ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു 1/2 മണിക്കൂർ മുന്നേ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 1/2 മണിക്കൂർ മുന്നേ ഇയാൾ വീണില്ല, എന്താ ചെയ്യുക, ഇയാൾ വീഴാതെ കൊണ്ടുവരാൻ പറ്റില്ലേ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു നാട്ടോ തോന്നുന്നത് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭഗവാനെ താലപ്പൊലിയായിട്ട് ഇതാ വീട്ടിലേക്ക് അല്ലേ കണ്ടത് തന്നെ ഒരു വരവ് വരുന്നത്. എല്ലാവരും കൂടി വന്ന് നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ അല്ലേ തല എങ്ങനെ തെക്കോട്ട് തലയൊക്കെ ഇങ്ങനെ കിടക്കണേ. അപ്പോഴും നമ്മളെ വിചാരം എന്താ വേറെ ആരോ മരിച്ചത് അല്ല, അവനവൻ മരിച്ചത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടത് ഓർക്കാനായിട്ട് ഇതാ സാധിക്കാൽ. അപ്പോൾ തലക്കൊരു വിളക്ക് വെച്ചിട്ടുണ്ടാവും, കാലിൻ്റെ അടുത്ത് വേറൊരു വിളക്ക്. അപ്പോഴേക്ക് വിളക്ക് വെക്കാനൊക്കെ ആൾക്കാർക്ക് എന്തൊരു ഉത്സാഹത വിചാരിച്ചത്. ആൾക്കാർ ഓടി വന്ന് അപ്പുറത്ത് വിളക്ക് വെക്കണ്ടേ, അതിൻ്റെ അപ്പുറത്ത് വിളക്ക് വെക്കണ്ടേ. അപ്പോഴേക്ക് എത്ര ആൾക്കാരാണ് വന്നൊക്കെ അറിയാണ്ടാവുക എന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്ക് ആൾക്കാരൊക്കെ വന്നേറി അടുത്ത വീട്ടിലെ ആൾക്കാർ, അതിൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാർ. ചില ആൾക്കാർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇയാൾ മരിച്ചത് നന്നായി കേട്ടോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾ വീടിൻ്റെ നേരെ മുന്നിൽ നീല ടാർപ്പായ കെട്ടി ചോദനസാല കൊണ്ടിട്ടു. ഇത്ര ആൾക്കാരാണ് കാണാൻ വരുന്നത്. കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ചായ ഇതാ കുടിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചായ കഴിക്കുന്ന സമയത്ത് പറയേണ്ടത് ഞാൻ വിത്തൗട്ട് ആട്ടോ. ചില ആൾക്കാർ പറയേണ്ടത് ഞാൻ ചായ മാത്രം കഴിക്കില്ല, ഞാൻ ടൈഗർ ബിസ്ക്കറ്റോടെയും കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ. അപ്പം ഇങ്ങനെയൊരു ദിവസം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്കും ഇല്ലാത്തതല്ല, എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അപ്പം എന്ത് വേണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെ തൻ്റെ മരണത്തിന് എങ്ങനെ അതാ ഓർക്കാൻ പറ്റുക. നല്ല സമയത്ത് ഒരു ഫോട്ടോ എടുത്തേക്കുക, അല്ല ചിരിക്കണ ഫോട്ടോ ഒരു നല്ല സമയത്ത് എടുത്തേക്കുക. പിന്നെ അതിൻ്റെ ചോട്ടിൽ കുറച്ച് വലുതാക്കിയും കൂടി വെക്കുക ഫോട്ടോ. അതിൻ്റെ ചോട്ടിൽ തൻ്റെ ജനനത്തീയതി ആദ്യം വീട്ടിച്ചോളൂ താഴത്ത് എഴുതുക അല്ലേ. പിന്നെ മരിച്ച ഡേറ്റ് കുട്ടികളെ എഴുതി കൊടുക്കണം. അപ്പം ഈ ഒരു ദിവസം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ദേഹഗേഹ ആത്മബുദ്ധേ, ഇത് എപ്പോഴാണ് ഈ ദേഹം ഇല്ലാതെയാവാതെ ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ദേഹത്തിലേക്കുള്ള ശ്രദ്ധയെ കുറേശ്ശെ കുറച്ച് ഇപ്പോൾ നാളത്തേക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. വെള്ളത്തിലുള്ള കുമിളകളെ പോലെയാണ് ഈ ജീവിതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് പണ്ട് ആര് കേൾക്കുന്നു ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പാടി പാമ്പിളിക്കാരനെ തന്നെ മടുത്തു അത്രേ. ആമ്പിളിക്കാരനെ മടുക്കുക. അത് എന്തിനാ അത് രാവിലെ വിളിക്കുക. ഞാൻ ഇങ്ങനെ അല്ലേ ഉണ്ണിയുണ്ടായി വെൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്തും. ഇതെല്ലാ ദിവസവും കേൾക്കണ്ട, ആരും ഓർക്കണം ഇതൊക്കെ. ഇതേപോലെ ഗേഹ ആത്മബുദ്ധി, ദേഹം എന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം എന്താണ്, ഇത് ദഹിക്കുന്നതാണ്, ദഹന സ്വഭാവമുള്ളതാണ്. എന്നും ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ എനിക്ക് വേറെ ശരീരമാണ് ഇതാ കിട്ടുക. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ ശരീരത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഭഗവാന്റെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നത്. ദേഹഗേഹ ആത്മബുദ്ധേ. ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ എന്താ വിചാരിക്കുക, എല്ലാതും എൻ്റെ വീട്ടിലുണ്ടാവണേ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവണേ, എൻ്റെ വീട്ടിൽ അതും വേണേ മുതൽ വീടങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും ആൾക്കാരല്ലേ. എന്താ എന്തും നമ്മൾ ഈ വീട്ടിൽ ഇരിക്കണുണ്ടോ ആലോചിച്ച് നോക്കൂടി. ഈ വീട് നമ്മുടെ പോയി വേറൊരു വീട്ടിലാണ് ഇനി അടുത്ത ജന്മം. അപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് എന്തിനെങ്കിലും ഈ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യം. ഈ വീട്ടിലൊരു സാധനം 50,000 TV വാങ്ങിക്കൊണ്ടിട്ട് വ്യത്യാസം മരിച്ചു. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് നമ്മൾ ജനിക്കുമ്പോൾ 50,000 TV കാണാൻ പറ്റുമോ ആലോചിച്ചപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം വേണ്ട പറഞ്ഞില്ല, ചെറുതൊക്കെ വാങ്ങാനല്ല, അതിലേക്ക് ഇങ്ങനെ വല്ലാതെ ശ്രദ്ധ വെച്ച് അതിൻ്റെ വേണേ ഭഗവാനെ, അതിൻ്റെ വേണേ എന്നും നമ്മളിവിടെ ഇരിക്കണില്ല, വെറുതെ വിചാരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീടുണ്ട്, ആ വീട്ടിൽ അല്ലേ, ആ വീട്ടിൽ പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ദേഹഗേഹ ആത്മബുദ്ധേ. ഈ ഗേഹത്തിലേക്കും ഉള്ളതായിരിക്കുന്ന ശ്രദ്ധയെ കുറച്ച് എന്ത് വേണം, മദ്ദേവസംഗാൽ ഗുണകീർത്തനാന്മേ. എൻ്റെ ഗുണകീർത്തനങ്ങളെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഭഗവാനെ പറ്റിയിട്ട് കീർത്തിക്കണം. ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ പാടി ഭഗവാന്റെ തിരുനാമം ഇങ്ങനെ ജപിച്ച് ഭഗവാന്റെ കഥകളെ കേട്ട് ഭഗവത്പരന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഗുരുവും നസസ്യാൽ സുജനോ നസസ്യാൽ. എപ്പോഴാണ് ഒരാൾ ഗുരുനാഥനായിട്ട് മാറുന്നത് അല്ലേ? തൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഭഗവത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴാണ് ഒരാൾ ഗുരുനാഥനായിട്ട് മാറുന്നത് അല്ലേ? അന്ധകാരത്തിനെ തടഞ്ഞു നിർത്തുന്ന ആളെയാണ് ഗുരു എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായിരിക്കുന്ന അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ, അറിവില്ലായ്മ, അജ്ഞാനം, ആ അജ്ഞാനത്തിനെ ആർക്കൊക്കെയാണോ നീക്കാൻ സാധിക്കുന്നത് അവരെയാണ് ഗുരുനാഥൻ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരാണ് അച്ഛനായിട്ട് തിരുന്നത് അല്ലേ? കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ അച്ഛനാവണില്ല. രാവിലെ കുട്ടികളെ നേരത്തെ എഴുന്നേൽപ്പിച്ച് അടുത്ത അമ്പലം അടിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് പ്രദക്ഷിണം ചെയ്യിപ്പിച്ച് ഭഗവാനെ വീണ് നമസ്കരിക്കുക.
എന്ന് പറഞ്ഞ് കുട്ടികളെ ആ രീതിയിൽ ഇതാ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അച്ഛനും കുട്ടികളും അമ്മയും കൂടി എന്നോ ഒരു ദിവസം അമ്പലത്തേക്ക് വന്ന് അവയ്ക്ക് അന്നാഴ്ച അനവധി ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അച്ഛൻ കുട്ടീനോട് പറഞ്ഞു നമസ്കരിക്കുക അവിടെ. ഈ കുട്ടിക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയുന്നത്, കേട്ടിട്ടല്ല ജീവിതത്തിൽ. അപ്പോൾ അച്ഛന് വല്ലാത്ത വിഷമം. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയെന്ന് ആൾക്കാർക്ക് തോന്നിയാലോ. അച്ഛൻ ഒന്നും കൂടി ദേഷ്യപ്പെടും. നമസ്കരിക്കുന്നത് എന്നോടല്ലേ പറഞ്ഞു, നമസ്കരിക്കുക അവിടെ പറഞ്ഞേ. ആ കുട്ടിക്ക് അറിയില്ല എന്താ ചെയ്യാതെ നമസ്കരിക്കാത്തത് അറിയണ്ടേ. അതാണ് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ഈ കുട്ടിയുടെ തല പിടിച്ചപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ ഒരു ഒറ്റ മുട്ടാല. പിന്നെ ജീവിതത്തിൽ ആ കുട്ടി അമ്പലത്തേക്ക് വരിക കഴിഞ്ഞു കഥാ. ഇങ്ങനെ ആദ്യം അച്ഛനങ്ങൾ നമസ്കരിച്ചു വിചാരിക്കും അല്ലേ. പിന്നെ അമ്മ നമസ്കരിച്ചു കഴിഞ്ഞാലോ കുട്ടിക്ക് തോന്നുന്നത് ഇങ്ങനെ കാണിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടി വീണ്ടും നമസ്കരിച്ചു അല്ലേ. ഇങ്ങനെ ആചരിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നവരെയാണ് ആ അച്ഛൻ എന്നതാ പറയുന്നത് അല്ലേ. അച്ഛൻ എന്താണോ ചെയ്യണത് അത് തന്നെയാണ് കുട്ടികളും കണ്ടതാ വളരുക. അച്ഛനും അമ്മയൊക്കെ അല്ലേ, തൻ്റെ അച്ഛനും ഒക്കെ മരിച്ച ആ ശ്രാദ്ധ ദിവസമൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക, തലേ ദിവസം തന്നെ കുളിച്ച് ശുദ്ധായി ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇന്ന് വരെ കാണാത്ത ഏതോ ഒരാൾക്ക് വേണ്ടി എത്രയാ എൻ്റെ അച്ഛൻ എന്താ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണത് ഭഗവാനും ഇത് ഈ ചെറിയ കുട്ടി ഇങ്ങനെ കണ്ടുവരുന്ന സമയത്താണ് ആ കുട്ടിയിൽ ഒരു സംസ്കാരം വളർന്നതാ വരുന്നത്. അപ്പോൾ ഈ സംസ്കാരം ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയാണ് ആ സംസ്കാരം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് ആ സംസ്കാരത്തിന് കാരണമായിട്ട് ഇതാ മാറുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ആ പിതാവ് എന്ന് പറയുക. അങ്ങനെയുള്ളവരെ അമ്മ എന്ന് പറയാനായിട്ട് ഇതാ പറ്റുള്ളൂ. കുട്ടികളെ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് പൂജാമുറിയിൽ കൊണ്ടുപോയി ഇരുത്തി ഭഗവാന്റെ നാമം ജപിക്കൂ, സഹസ്രനാമം ജപിക്കൂ, അമ്പലം ഉണ്ടിച്ചാൽ അമ്പലത്തിലേക്ക് വരൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്പലമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത് ആലോചിച്ച് നോക്കൂലേ. എത്ര പണം ആവശ്യമുണ്ട് അല്ലേ. എത്ര ആൾക്കാരുടെ മെനക്കെട ഒരു അമ്പലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എത്ര ആളുകളുടെ അധ്വാനമാണ് ഒരു അമ്പലം എങ്ങനെയായിട്ടാ വീണത് അല്ലേ. ഇത്രയൊക്കെ മെനക്കെട്ട് ഇത്രയും വലിയതായിരിക്കുന്ന സ്ഥാപനങ്ങൾ ഓരോന്ന് അമ്പലമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അതിനൊക്കെ ചിലപ്പോൾ ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ രാവിലെ നേരത്തെ നീറ്റ് കുളിച്ച് അമ്പലത്തേക്ക് വരാൻ ആൾക്കാരുണ്ടോ ആലോചിച്ച് നോക്കൂ അല്ലേ. അതല്ലേ വേണ്ടത്, അതാണിത് ആവശ്യം അല്ലേ. രാവിലെ നേരത്തെ നീക്കുക, കുളിക്കുക, അടുത്ത് അമ്പലം വെച്ച് അമ്പലത്തേക്ക് വരിക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ ശ്രദ്ധിക്കാനായിട്ട് ഇതാ സാധിക്കും. അതായത് അമ്പലത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉള്ള സമയത്ത് മാത്രം വന്നാൽ പോരാ അല്ലേ. പല ആൾക്കാരും അങ്ങനെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെച്ചാൽ അല്ലേ ചിലപ്പോൾ ആ സമയത്തും ആൾക്കാർ വരില്ല. 4 ഭാഗത്തുള്ള ആൾക്കാരടക്കം അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെച്ചാൽ അവിടേക്ക് ഇത് എത്തിച്ചേരില്ല. ഇനി എത്തും എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വിഷമങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് ഏത് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടും നേരെയാവില്ല കേട്ടോ, നേരെയാവില്ല. അപ്പോൾ ഓടി വന്ന ശ്രീകോളിരുന്ന് ഭഗവാനോട് പറയും, ഭഗവാനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ. അപ്പോൾ ശ്രീകോലിന് ഭഗവാൻ എന്നിട്ട് പറയും, അതെ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഈ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സപ്താഹം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി. എന്നെ കണ്ടില്ലല്ലോ. എന്നെ കണ്ടത് നീ എവിടെയായിരുന്നു? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ശരിയാക്കി തരാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എവിടെയായിരുന്നു നീ അറിയുന്നത്. കമ്മിറ്റിക്കാർ നോട്ടീസ് ഒന്നും കൊണ്ട് തന്നില്ലേ അന്ന്? നീ അറിഞ്ഞില്ലേ? ഇവിടുന്ന് ഒരു പാട്ടിങ്ങനെ പാടുന്ന ഒരു സാധനം തന്ന ശബ്ദമൊന്നും കേട്ടില്ലേ നീ അല്ലേ? ഭഗവാൻ ഇങ്ങോട്ട് നമ്മളോട് ഇതാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത് കാര്യത്തിലേക്ക് നിരന്തരമായിരിക്കുന്ന നമ്മളുടെ ശ്രദ്ധത ഉണ്ടായിരിക്കണം. ഈശ്വര കാര്യത്തിലേക്ക് നിരന്തരമായിരിക്കുന്ന ശ്രദ്ധത ഉണ്ടായിരിക്കണം. അതിന് കൂടുതൽ അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പണം ചിലവഴിച്ചിട്ട് ഓരോ ആളുകൾ നമ്മളെ കാരണവന്മാരായിരിക്കുന്ന ആളുകൾ ഇതായി ക്ഷേത്രമൊക്കെ അതാ ഉണ്ടാക്കിയിട്ടത് അല്ലേ. ആ ക്ഷേത്രത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക തന്നെ വേണം. ആധ്യാത്മിക അനുശ്രവണൻ നാമസങ്കീർത്തനാച്ചമേ. ആലോചിച്ച് നോക്കൂ, ഒരു അമ്പലത്തിൽ ഒരു ഭാഗവത സപ്താഹം ഇങ്ങനെ നടത്തുന്ന വെച്ചാൽ എത്രത്തോളം പ്രയത്നമുണ്ട് ആലോചിച്ച് നോക്കൂ. എത്ര കാലം മുന്നെയാണ് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കെട്ട് അത് ഭംഗിയാവണേ എന്ന് വിചാരിച്ച് ഇത്രയും മെനക്കെട്ട ഒരു കാര്യം നടത്തുന്ന സമയത്ത് എത്ര ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കാനായിട്ട് ഇതാ സാധിക്കണമെന്ന് അറിയാം. എന്നാൽ അതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒക്കെ അറിയാട്ടോ എന്ന് വിചാരിച്ച് വരാനായിട്ട് അടിച്ചാൽ തെറ്റല്ലേ. അങ്ങനെ എന്താ വരവായ അല്ല അല്ലേ. വീട്ടിലങ്ങനെ കിടന്നുറങ്ങി ഒരു ദിവസം വായ അങ്ങനെ പൊളിക്കും. പിന്നെ പേപ്പറിൽ ഫോട്ടോ, ഏതായാലും ഫോട്ടോ എടുത്തേക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഫോട്ടോ എടുത്തേക്കുന്നത് വളരെ നല്ലതാണ്. ചോദിക്കും അവിടുന്ന് ഫോട്ടോ ഇല്ലേ ചോദിക്കും, പേപ്പറത്ത് വിളിച്ച് ചോദിക്കും ഫോട്ടോ ഇല്ലേ, എൻ്റെ വെച്ചാൽ കിട്ടിയാൽ തിരക്കണില്ല. അത് ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ആവശ്യം അല്ലേ. ഇപ്പം മുരുർന്ന സസ്യ ഇത് വേണം അച്ഛനാണെന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ടും അമ്പലത്തിലേക്ക് ഇതാ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടല്ലേ ഭഗവാൻ എല്ലാ സൗകര്യങ്ങളും നമുക്കിതാ തന്നത്. ഒരു കാർ കുട്ടി ജനിച്ച്
പഠിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും? ഞാൻ ശരിയല്ലോ, ഒരു കാറ് വാങ്ങണം. എന്തിനായി ഭഗവാൻ ഈ കുട്ടിക്ക് കാറ് കൊടുക്കുന്നത് അല്ലേ? എന്തിനു വേണ്ടി? ആ കുട്ടിക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അച്ഛനോ അമ്മയും കുട്ടികളും എല്ലാവരും കൂടി അടുത്ത അമ്പലമൊക്കെ ഉണ്ട് വെച്ചാൽ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദൂരത്തുള്ള അമ്പലമൊക്കെ ഉണ്ട് വെച്ചാൽ അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ ഇങ്ങനെ എന്നോ സിനിമയ്ക്ക് മാത്രം അതിനെ പോയി അങ്ങോട്ട് പോയി അപ്പുറത്തേക്ക് പോയി ഇതിന് വേണ്ടിയിട്ടാണോ ഇത്? അതിലൊക്കെ ഭഗവാൻ നമുക്ക് കനിഞ്ഞണി തന്നതാണെന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് വേണതാ ഉപയോഗിക്കുക. അങ്ങനെ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ നമുക്ക് കനിഞ്ഞതാ തന്നിട്ടുള്ളത്. ഗുരുർന്ന സസ്യാൽ സ്വജനോ ന സസ്യാൽ, അങ്ങനെ ഗംഭീരമായിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ അതാ കൊടുത്ത ഋഷഭദേവനാണ്. അവസാന കാലത്ത് കേരളത്തിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന കുടക് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥലം അല്ലേ, കുടക്കാച്ചൽ, അവിടെ എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം പലതരത്തിലുള്ള വ്രതങ്ങളൊക്കെ, അജഗരം വ്രതം, അജഗര വ്രതം എന്ന് പറഞ്ഞാൽ അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് കിടക്കുന്നത് പോലെ കുറേ കാലം അനങ്ങാതെ മിണ്ടാതെ ഒരു ഭാഗത്ത് കിടക്കുന്നത്. എന്താ പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത? എന്താണ് പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത അല്ലേ? എന്താണ്? ഇങ്ങോട്ട് വരുന്ന, തൻ്റെ അടുത്തേക്ക് വരുന്ന വസ്തുവിനെ മാത്രമേ ആഹാരമായിട്ട് ഇതാ സ്വീകരിക്കുള്ളൂ. അല്ലാതെ ആഹാരത്തിന് വേണ്ടിയിട്ട് ദൂരത്തേക്ക് ഇതാ സഞ്ചരിക്കില്ല. അതാണ് പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത. അതേപോലെ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു, വിചാരിച്ചാൽ ഇല്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ജീവിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അങ്ങനെ കുറേ ജീവജാലങ്ങളെ പോലെ ജീവിച്ച് അവസാനം അദ്ദേഹം ഒരു കാട്ടുതീ കണ്ടു. ആ കാട്ടുതീയിലേക്ക് തൻ്റെ ശരീരം ഈ കാട്ടുതീയിലേക്ക് അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ഈശ്വരനെ ഉപാസിച്ചതായിരിക്കുന്ന എൻ്റെ ഈ ഉപാസന കൊണ്ട് ഇവിടെ മരിച്ചു വീഴുന്നതായിരിക്കുന്ന ജീവജാലങ്ങൾക്ക് കൂടി ഗുണാവല്ലോ, മോക്ഷം കിട്ടല്ലോ എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് എന്ത് ചെയ്തു? കാട്ടുതീയിലേക്ക് എൻ്റെ ശരീരത്തിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അത്രേ. ആലോചിച്ച് നോക്കൂ, ഇത്രയും മറ്റുള്ള ആളുകളുടെ സ്നേഹമുള്ള ഒരാളെ കാണാനായിട്ട് ഇതാ സാധിക്കുമോ? അല്ലേ? എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്നുണ്ട് വെച്ചാൽ അതല്ലേ വേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ, ഞാനിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊരു ഉപകാരം അത്ര പെട്ടെന്ന് പോകണ്ടാട്ടോ, അവിടെ കട്ടെ എന്ന് വിചാരിച്ച് മാറി ചിന്തിക്കുന്ന ആളുകളാണ് സാധാരണ ജനങ്ങൾ. എന്നാൽ ഈ ഋഷഭദേവനോ, ഞാനിപ്പോൾ ആ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ശരീരത്തിനെ ഉപേക്ഷിച്ചു. അങ്ങനെ ആ ഋഷഭദേവൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന ഭരതൻ്റെ രാജ്യഭാരമാണ് പിന്നീട് ഇതാ വർണ്ണിക്കുന്നത്. ഭരതൻ അവസാന കാലത്ത് അടുത്തുള്ളതായിരിക്കുന്ന ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. നദിയുടെ തീരത്ത്, ചക്രനദി എന്ന പേരായിരിക്കുന്ന നദിയുടെ തീരത്ത് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കിയിത്രേ. ഇങ്ങനെ ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അടുത്ത വെള്ളത്തിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയ്യിലേക്ക് വെള്ളമെടുത്ത് സൂര്യനെ ഉപാസിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ അടുത്ത കാട്ടിൽ നിന്ന് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ട് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മാന് വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടി. ചാട്ടത്തിൻ്റെ വേഗത കൊണ്ട് മാന് പ്രസവിച്ചു. തള്ളമാൻ അടുത്ത ആ കാട്ടിൽ പോയി തല തല്ലി ചത്തു. ഇപ്പോൾ ഈ കുഞ്ഞിമാൻ അങ്ങനെ ഒഴുകി എന്താ നദിയുടെ പേരെന്താ? ചക്രനദി. ചക്രനദി എന്ന് പറഞ്ഞത് എന്താ അർത്ഥം അല്ലേ? ചക്രം പോലെ ഒഴുകുന്നതായിരിക്കുന്ന നദി എന്നർത്ഥം. ചക്രം പോലെ ഒഴുകിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എവിടുന്നാണോ പോയത് അവിടെ തന്നെ പിന്നെ എത്തും, പിന്നെ അവിടെ തന്നെ ഇതായെത്തും അല്ലേ? ഇപ്പം ഈ കുഞ്ഞിമാൻ അങ്ങനെ ഒഴുകി അവസാനം ഭരതൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ എത്തിയതല്ലേ. അപ്പോഴൊന്നും ഭരതൻ എടുത്തില്ല. പിന്നെ അത് ഒഴുകിയതാ വരുന്നത് കണ്ടപ്പോൾ പിന്നെ തൻ്റെ കാലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭരതൻ ഇതെന്തോ ദൈവനിശ്ചയമായിരിക്കും, അല്ലാതെ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് തന്നെ വരേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ വേഗം ആ മാൻകുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. ഇയാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ തപസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ ആ മാൻകുഞ്ഞിനോട് എന്തോ സ്നേഹം കൂടി. കാരണം എന്താണ്? മൃഗസംഗാധ, ഏതോ ഒരു പ്രാരബ്ധം പിന്നാലെതാ കിടക്കുന്നുണ്ട്. പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ. പ്രാരബ്ധ കർമ്മങ്ങൾ അത് അനുഭവിച്ചേ തീരൂ അല്ലേ? 3 തരത്തിലാണ് കർമ്മങ്ങൾ എന്ന് പറയും. അതിൽ പ്രാരബ്ധ കർമ്മങ്ങൾ എന്തായാലും നമ്മൾ അനുഭവിക്കണം. ഇങ്ങനെ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാൻ വേണ്ടി ഈ മാൻകുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു, ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. മാൻകുഞ്ഞ് അങ്ങനെ എന്താ കരയണുണ്ട്. എന്തിനാ കരയണത്? അതിന് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല, അത് തന്നെ അല്ലേ? ഇനിയിപ്പോൾ ഇനി പാല് കൊടുക്കാൻ എന്താ ചെയ്യുക? ഭരതൻ അന്വേഷിച്ച് നടന്നു, കാട്ടിലൂടെ നടന്ന് ജോൺസന്റെ കുപ്പി എവിടെയാണ് കിട്ടുക നോക്കില്ല. എന്നിട്ട് ഇതാ അവിടെ കൊണ്ടുപോയിട്ട് ഇതാ മാൻകുഞ്ഞിൻ്റെ അടുത്തുനിന്ന് പാലൊക്കെ കടന്ന് മെല്ലെ കൊണ്ടുപോയി കൊടുത്തു അത്ര ഈ മാൻകുഞ്ഞിനെ. അതങ്ങനെ ഇതാ വളർന്ന് ഇതാ വരുന്നുണ്ട്.
അങ്ങനെ ഭരതന്റെ മടിയിൽ ഇതാ കയറിയിരിക്കുന്നുണ്ട്. ഭരതനെ ഇടയ്ക്കിടയ്ക്ക് നിലാവൊക്കെ ഉള്ള സമയത്ത് മാൻകുഞ്ഞിനെ എടുത്ത് കാട്ടിലൊക്കെ ഇതാ കൊണ്ടുപോയിട്ട് ഇതാ നടക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന സമയത്ത് ഈ മാൻകുഞ്ഞ് ഇതാ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരും. അപ്പോഴേക്ക് ധ്യാനമൊക്കെ ഇല്ലാതാവും. എന്തിനു പറയണോ, ഇപ്പോ മാനിന് കൊമ്പൊക്കെ വരാനായിട്ട് പുറപ്പെട്ടു. പൃഷതപരുഷ വിഷാണാഗ്രേണുധതി, ഇടയ്ക്ക് ഈ കൊമ്പ് കൊണ്ട് ഇപ്പോ മെല്ലെ ഒന്ന് തൊടുകയൊക്കെ ചെയ്യും അത്രേ ഭരതനെ. അപ്പൊ ഭരതൻ ഇപ്പോൾ ധ്യാനിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണൊക്കെ അടച്ച് ഭഗവാന്റെ അതിമനോഹര സ്വരൂപം അങ്ങനെ ധ്യാനിക്കാൻ പുറപ്പെട്ടാൽ മാനിന്റെ കാല്, മാനിന്റെ വാല്, മാനിന്റെ കൊമ്പ് ഇതൊക്കെ ഓർമ്മ വരിക അത്രേ. ഇങ്ങനെ മാനിനെ തന്നെ ധ്യാനിച്ച് അടുത്ത ജന്മത്തിൽ മാനായിട്ട് തീർന്നു. അപ്പോൾ സുപൂർവജന്മാവലി, കഴിഞ്ഞ ജന്മത്തിലെ കാര്യമൊക്കെ ഇദ്ദേഹത്തിന് അതാ ഓർമ്മ ഉണ്ടാകും. എന്തുകൊണ്ടാ ഓർമ്മ? പരോരജസ്വവിദുർജാതവേദോ ദേവസ്യ ഭർഗോ വനസേദം ജാന. കഴിഞ്ഞ ജന്മത്തിൽ സൂര്യനെ നന്നായിട്ട് ഉപാസിച്ച ആളാണ്. അപ്പോൾ സൂര്യോപാസന നമ്മുടെ ജീവിതത്തിൽ നടത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നല്ല ബുദ്ധി വൈഭവം നമുക്ക് ഇതാ ഉണ്ടാവും. അപ്പോൾ ബുദ്ധി ഉണ്ടാവണോ? സൂര്യനെ ഉപാസിക്കുന്ന ആ മന്ത്രം ഇങ്ങനെ ജപിച്ചാൽ മതി. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. ഈ ഗായത്രി മന്ത്രം ഇങ്ങനെ ജപിക്കുന്നതിനനുസരിച്ചാണ് നല്ല ബുദ്ധി വൈഭവം ഭഗവാൻ നമുക്കിതാ പ്രദാനം ചെയ്യും. ഇങ്ങനെ സൂര്യനെ ഉപാസിച്ച ആളാണ് ഭരതൻ. അപ്പം മാനായിരിക്കുന്ന സമയത്തും കഴിഞ്ഞ ജന്മത്തിലെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഈ രാജ്യം ഭരിച്ച ഭരതനാണ്. അപ്പം എല്ലാ കൊട്ടാരത്തിലൊക്കെ പോയി വെക്കും അത്ര. ഭാര്യയ്ക്ക് ഉണ്ടോ അറിയാം, അത് തൻ്റെ ഭർത്താവാണെന്നറിയൂല്ലേ. അപ്പോൾ ഭാര്യ ചിലപ്പോൾ എന്തെങ്കിലും കല്ലെടുത്ത് വലിച്ചെറിയും. നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോ സാധനമൊക്കെ കയറി വരുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ടുണ്ടാവില്ലേ, 4 കാനുമാരുള്ള സാധനമൊക്കെ. ചില ജീവജാലങ്ങൾക്കൊക്കെ നമ്മളോട് എന്തൊരു സ്നേഹമെന്നാണ് വിചാരിച്ചതല്ലേ വീട്ടിൽ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കാരണന്മാരൊക്കെ അത് ആൾക്കാർക്കതൊക്കെ അറിയാല്ലേ, ഏതെങ്കിലും കാരണന്മാരൊക്കെ ഭരിച്ചിട്ടാവും ചിലപ്പോൾ ഇങ്ങനത്തെ ജീവജാലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തിങ്ങനെ താമസിക്കുന്നത്. നമ്മൾ ചട്ടമ്പി സ്വാമികളെ ഒരു ധനികൻ തൻ്റെ വീട്ടിലെ ശ്രാദ്ധത്തിന് വിളിച്ചു അത്രേ. അപ്പോൾ വിളിച്ച സമയത്ത് അവിടെ കുറേ 4 കാലും വാലുള്ള സാധനം ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ ചോദിച്ചു, എന്താ സ്വാമിജി വരാൻ വൈകിയത് എന്തേ, വേഗം ഭക്ഷണം കഴിക്കല്ലേ ചോദിച്ചപ്പോൾ സ്വാമിജി എന്താ പറഞ്ഞത് അറിയും, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരുന്നതിനേക്കാൾ മുന്നേ ഈ 4 കാലും വാലുള്ള സാധനത്തിനൊക്കെ ഭക്ഷണം ആദ്യം കൊടുക്കുന്നു പറഞ്ഞു. അതെന്തേ? അപ്പം നിങ്ങളെ കാരണവന്മാർ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഏത് ശരീരത്തിലാ ഓരോ ജീവാത്മാക്കൾ ഇതാ വന്നിരിക്കുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് ഇതാ സാധിക്കില്ല. അങ്ങനെ ഈ ഭരതൻ അടുത്ത ജന്മത്തിൽ ആ മാനിന്റെ ജന്മവും ഇല്ലാതായി. അടുത്ത ജന്മം ബ്രാഹ്മണന് 2 ഭാര്യമാരുള്ളത്. രണ്ടാമത്തെ ഭാര്യയുടെ 2ാമത്തെ ആൺകുഞ്ഞായിട്ട് ജനിച്ചു. കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാദി, ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ചത് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ ആരോടും സംസാരിക്കില്ല. ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ടാണ് പിന്നെയും എനിക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ സംശയമില്ല, എൻ്റെ ഫോണിൽ ഞാൻ ഒറ്റയാളെ നമ്പറും ബാക്കി ഇതില്ല തീരുമാനിച്ചു. ആരും വിളിക്കില്ല. തന്നെ ഒരാളോടും എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതി ആരോടും മിണ്ടണമെന്നില്ല. ജഡഭരതനായിട്ട് മാറി. അക്കാലത്ത് ഒരു രാജാവിന് ആൺകുട്ടി ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ കാളീക്ഷേത്രത്തിൽ പോയി കാളിക്ക് നരബലി കൊടുക്കാൻ വേണ്ടി ഈ ഭരതനെയാണ് കൊണ്ടുവന്നത് അത്രേ. ഭരതന്റെ അടുത്തേക്ക് കയ്യിലേക്ക് വാളെടുത്ത് മന്ത്രവാദി ഭരതന്റെ കഴുത്ത് വെട്ടാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഇന്ന് വരെ ആരോടും മിണ്ടാത്തതായ ഭരതൻ അവിടെയുള്ള വിഗ്രഹത്തിലേക്ക് ഒരു നോട്ടം നോക്കിയത്രേ. അതോടുകൂടി ഈ ഭരതനിൽ നിന്നും വരുന്നതായിരിക്കുന്ന ഉഷ്ണം സഹിക്കവയ്യാതെ സാക്ഷാൽ ഭഗവാൻ, സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ കാളി സ്വരൂപം സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി. മന്ത്രവാദിക്ക് സന്തോഷമായി, എൻ്റെ പൂജേൻ്റെ ഫലം തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ, ദേവി എന്നെ പുറത്തേക്ക് ഇതാ ഇറങ്ങി വരുന്നത്. അങ്ങനെ മന്ത്രവാദിയുടെ കഴുത്ത് ആദ്യം വെട്ടി. പിന്നെ കുറേ ആൾക്കാർ അവിടെ പൂജയ്ക്കുണ്ട്, അവരുടെയൊക്കെ കഴുത്ത് വെട്ടി പന്തടിച്ച് കളിച്ചു കാളി അവിടെ ഇരുന്നു. മാത്രമല്ല പാട്ടുപാടി നൃത്തം ചെയ്തു. എന്തിനാ അതൊക്കെ? ഈ ഭരതൻ നന്നായി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാത്രേ. അപ്പോൾ പാട്ടൊക്കെ കേട്ടപ്പോൾ ഭരതന് തോന്നി, നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ദേവിയോട് പാട്ടിന് 88 മാർക്കുണ്ട്, ഞാൻ വേണോ പറയുക അല്ലേ? ഞാൻ ഈ ദേവിക്ക് മാർക്ക് കൊടുക്കാൻ ഞാനാര്? അതുകൊണ്ട് എല്ലാം അറിയുന്ന ദേവിയോടും ഈ ഭരതനൊന്നും മിണ്ടിയില്ല. പിന്നെ സാധാരണ ജനങ്ങളോട് എന്തേലും മിണ്ടാതിരുന്നത്, അവരോട് മിണ്ടിയിട്ട് കാര്യമില്ല. അത് തന്നെ എന്നെ തല്ലാണ്ട് വെച്ചാൽ ഞാൻ നേരെയാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്നെ തച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരെയാവില്ല അങ്ങനത്തെ ആൾക്കാരോട് മിണ്ടിയിട്ട് ഇപ്പം എന്താ കാര്യം? അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആ കാളീക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി രഘുഗണ മഹാരാജാവ് പല്ലക്കിലത് ആ കപിലാശ്രമത്തിലേക്ക് യാത്രയാവും. പല്ലക്കെടുക്കാൻ ഒരാൾ കുറവ്. ഭരതനെ കണ്ടപ്പോൾ വേഗം ഭരതന്റെ ചുമലിലേക്ക് പല്ലക്കിന്റെ തണ്ട് കൊണ്ടുപോയി വെച്ചു. ഭരതനെ നടക്കണേനൊരു പ്രത്യേകത ഉണ്ടാകും. നേരെ മുന്നിലേക്ക് നോക്കി വല്ല ഈച്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ അതിനൊന്നും ഉപദ്രവിക്കൊന്നുമില്ല.
ഇയാൾ എടുത്തങ്ങോട്ട് ചാടൂത്ര. ഇയാൾക്ക് ഇങ്ങനെ ചാടി ചാടി നടക്കുക. ആ പല്ലക്കിലിരിക്കുന്ന രാജാവിൻ്റെ സ്ഥിതിയോ, അയാളുടെ തല പോയി പിന്നിലേക്ക് മുട്ടി വേദനയായി ചോര ഒലിച്ചു മാത്രം അറിയില്ല. വേദന സഹിക്കുക വയ്യാതായപ്പോൾ രാജാവ് പുറത്തേക്ക് നോക്കി. പല്ലക്ക് എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെയാണോ പല്ലക്ക് എടുക്കുക ചോദിച്ചു. അപ്പോൾ പല്ലക്ക് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു, അതെ, ഞങ്ങളല്ല അങ്ങയുടെ ഈ വിഷമത്തിന് കാരണം. സാധാരണയ്ക്ക് പല്ലക്ക് എടുക്കുന്ന ഒരാളിന്ന് ലീവാണ്, അതുകൊണ്ട് ഒരു പുതിയ ആളാണ് പല്ലക്ക് എടുക്കുന്നത്. അയാളാണ് അങ്ങയ്ക്ക് ഭാരയാണ്, അങ്ങയ്ക്ക് പല പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ രഘുഗണൻ നേരെ താഴത്തേക്ക് നോക്കി തടിച്ചതായിരിക്കുന്ന ഭരതനെ കണ്ടു. അപ്പം തന്നെ പറഞ്ഞത്രേ, മെലിഞ്ഞ ശരീരം അല്ലേ ചോദിച്ചു. ഇപ്പോൾ പല്ലക്കെടുക്കുന്ന ഭരതനെ കണ്ടപ്പോൾ ചോദിച്ചു, കുറേ നേരമായില്ലേ പല്ലക്കെടുക്കും? ഞാൻ രാജാവാണ്, ഞാൻ അങ്ങനെ ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് വരെ ആരോടും മിണ്ടാത്തതായിരിക്കുന്ന ഈ ഭരതനെ തോന്നി ഇയാളോട് മിണ്ടിയാൽ നേരെയാവും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയോ കുറച്ചറിയാം, പക്ഷെ ആ അറിവ് പൂർണ്ണമായിട്ടില്ല. ആ അറിവ് പൂർണ്ണമാവാൻ വേണ്ടി പല്ലക്കെടുക്കുന്ന ഭരതൻ അവിടെ ഇരുന്നതാ പറഞ്ഞു, ഞാൻ തടിച്ചവനല്ല, ഞാൻ മെലിഞ്ഞവനല്ല, അന്ന് പല്ലക്കും എടുത്തില്ല, അങ്ങ് രാജാവുമല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പല്ലക്കിലിരിക്കുന്ന രാജാവിന് തോന്നി, ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോണത്. ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ളതല്ലേ ഇപ്പോൾ ഇതാ പറഞ്ഞു തരുന്നത് അല്ലേ? അവൻ ചോദിച്ചു നോക്കിയത്ര, ഇത് ആരാ എങ്ങനെ പല്ലക്കെടുക്കുന്ന? സാധാരണ എടുത്ത് എങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പറയും. താഴത്തേക്ക് നോക്കിയ സമയത്താണ് ആ പല്ലക്കെടുക്കുന്ന ഭരതൻ്റെ കഴുത്തിലുള്ള ബ്രഹ്മസൂത്രം കാണാനായിട്ട് ഇതാ സാധിച്ചു. വേഗം പല്ലക്ക് നിർത്തി. പല്ലക്കെടുക്കുന്ന രാജാവ് പുറത്തേക്ക് ഇറങ്ങി. നാഹം വിശങ്കേ സുരരാജഭദ്രാൽ നക്ഷശൂലാൽ. ഇവിടെ മഹാദേവൻ മുന്നിൽ വന്നോട്ടെ പേടിയില്ല, യമധർമ്മരാജു മുന്നിൽ വന്നോട്ടെ പേടിയില്ല, ബ്രഹ്മകുലാവമാനാൽ. ഭഗവാനെ ഉപാസിക്കുന്ന ഒരാളെ എന്നിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും സഹിക്കില്ല കേട്ടോ. അങ്ങ് ആരാ എനിക്ക് മനസ്സിലായില്ല. അങ്ങ് ഈ നിഗൂഢനായിക്കൊണ്ട് സഞ്ചരിക്കണ അങ്ങ് ആരാണ് എന്നോട് ഇതാ പറഞ്ഞു തരണേ. അഹം ഭരതോ നാമരാജ. പണ്ട് ഈ രാജ്യം ഭരിച്ചതായ ഭരതൻ എന്ന് പേരായ രാജാവിനെ അങ്ങേക്ക് അറിയോ ചോദിച്ചു. ആ രാജാവാണ് ഇതാ ഞാൻ. അപ്പോഴേക്ക് രഘുഗണൻ അതിലേറെ അത്ഭുതമായിത്രേ. കാരണം ഈ ഭാരതദേശത്തിലെ ഏതോ ഒരു ചെറിയ കുഗ്രാമം ഭരിക്കുന്നതായ സിന്ധു സൗവീരം എന്ന് പേരായിരിക്കുന്ന ഒരു ഗ്രാമം ഭരിക്കുന്ന രാജാവാണ് രഘുഗണൻ. രഘുഗണപ്പം ഞാൻ ആരാണോ ആരോ 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 ആണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ അഹങ്കരിച്ചു കൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തെ രാജ്യാധികാരിയായിരിക്കുന്ന ഭരതനാണ് അന്ന് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇതാ ഇപ്പോൾ ഇങ്ങനെ അതാ നടക്കാനുള്ളതായിരിക്കുന്ന കാരണം എൻ്റെ ഒരു സംശയം അങ്ങ് ഇല്ലാതാക്കി തീർക്കണേ. 3 കല്ല് വെച്ച് അതിലൊരു പാത്രം വെച്ച് അതിൽ വെള്ളമാക്കി അതിൽ അരിയിട്ട് അങ്ങനെ അടുപ്പ് ചൂടാവുന്നതിനനുസരിച്ച് പാത്രം ചൂടാവും, പാത്രം ചൂടായാൽ വെള്ളം ചൂടാവും, വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് അരി ചൂടായി ചോറായിട്ട് നമുക്കിതാ കിട്ടുന്നില്ലേ. അപ്പം അതെന്താ കാരണം? ഈ പാത്രത്തിൻ്റെ ചൂട് വെള്ളത്തിനോട് ചേർന്ന് വെള്ളത്തിലുള്ളതായിരിക്കുന്ന അരിയിലേക്ക് ഈ വെള്ളത്തിൻ്റെ ചൂട് അടുക്കുന്നത് കൊണ്ടാണോ? അതിൻ്റെ ഈ അടുപ്പം കൊണ്ടല്ലേ ഇതൊക്കെ ഇതാ സംഭവിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ അരി വെള്ളത്തിൻ്റെ പുറത്ത് നിന്നത് വെച്ചാൽ എന്തുണ്ടാവില്ല, ചോറായിട്ട് കിട്ടില്ല. അരി വെള്ളത്തിലുള്ളത് കൊണ്ടാണല്ലോ അല്ലേ? അപ്പം അതേപോലെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ജീവൻ ഇരിക്കുന്ന സമയത്ത് ശരീരം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഈ ജീവാത്മാവിനെയും ബാധിക്കണ്ടേ ചോദിച്ചു അത്രേ. അപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞു, അന്ന് എല്ലാ ഉദാഹരണങ്ങളും ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയാവില്ല. സാക്ഷാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ്? ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞാത്മാപുരുഷ പുരാണ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശ. അത് ക്ഷേത്രജ്ഞനാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവായി കൊണ്ടതായിരിക്കണു. അത് നാരായണനാണ്. ആ ഭഗവാനെ അറിയണമെന്ന് വെച്ചാൽ എന്ത് വേണം? എന്നും ഈശ്വരനെ ഉപാസിക്കുന്നതായ ഭക്തന്മാരോട് കൂടിയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ആരോട് കൂടിയിട്ടാണ് സഞ്ചരിക്കുന്നത്? കാട്ടിലെ ജീവികളെപ്പോലെ അങ്ങനെയുള്ള ആൾക്കാരോട് കൂടിയിട്ടാണ് നമ്മളിതാ സഞ്ചരിക്കുന്നത്. ഒക്കെ കള്ളന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അച്ഛൻ കള്ളനാണ്, അമ്മ കള്ളനാണ്, ഭാര്യ കള്ളനാണ്. എനിക്ക് ആദ്യം അറിയാം കേട്ടോ, പോക്കറ്റിലുള്ള പൈസ ഒന്നും കാണാറില്ല. ഇങ്ങനെ ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ താമസിക്കാതെ എന്ത് വേണം? ഭഗവത് ഭക്തന്മാരായിട്ട് തനിക്ക് ഉപകാരമുള്ളതായിരിക്കുന്ന ആളുകൾ ഈശ്വരൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളോട് കൂടിയിട്ട് സഞ്ചരിക്കൂ. അതാണ് ജീവിതത്തിൽ ലാഭമായിട്ട് ഇതാ തീരുന്നത്. നാരായണായ ഹരയേ നമ ഇത്യുദാരം. കാട്ടിലെ ജീവജാലങ്ങളെ പോലെയാണ് നാട്ടിലുള്ളതായിരിക്കുന്ന സകല ജീവജാലങ്ങളും.
കാട്ടിൽ പലതിനെയും നമ്മൾ കാണും. കാട്ടിൽ അല്ലേ എന്തൊക്കെയാ കാണുക, ശബ്ദം മാത്രം കേൾക്കും അത്രേ. ചിലപ്പോൾ ടോർച്ച് അടിച്ചൊക്കെയാ കാണില്ല. അതിന് നമ്മുടെ നാട്ടിലും കാണാറുണ്ടല്ലോ അല്ലേ, ആരൊക്കെയാണ് പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ. മറ്റുള്ളവരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ലേ ഭഗവാനല്ലേ. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ സമയമുള്ളൂ. ഇത് ആരെയാ പറഞ്ഞത്? ഞാനിനി പറയാനായിട്ട് എന്താ കാര്യം, എല്ലാവരും പറഞ്ഞ് നടക്കുന്നില്ലേ. ഇത് ആരെ ആദ്യം പറഞ്ഞത് മനസ്സിലാവില്ല അത്രേ. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസമാണ് ഇല്ലാതെ ആവുന്നത്, ആലോചിക്കുന്നില്ല ആൾക്കാരല്ലേ. പിന്നെ കാട്ടിൽ എന്തൊക്കെ ജീവജാലങ്ങളാണുള്ളത്? കാട്ടിൽ ഒരു കൂമനും കൂമത്തിയുണ്ട്, നമ്മുടെ നാട്ടിലും കാണാം. നമ്മൾ ചാരുകസാലയിൽ വയസ്സായിരിക്കുന്ന കാരണവന്മാരങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുക എന്തെങ്കിലും തരുമോ ചോദിച്ചാൽ, കാരണം അവർ തൻ്റെ ഭാര്യയോട്, അകത്തുള്ള ഭാര്യയോട് ചോദിക്കും ഇവൻ എന്തെങ്കിലും കൊടുക്കണോ, എന്താ ചോദിക്കുക, ഹുന്ന് ചോദിക്കും. ഹൂമൻ ഒന്ന് മുളിയാൽ ഹൂമത്തി 2 പ്രാവശ്യം മുളുന്ന പറയും. ഹുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഹും എന്ന് പറയും. ഹും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനെന്തെങ്കിലും കൊടുത്താൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ മനുഷ്യ എന്നർത്ഥം അല്ലേ. ഇങ്ങനെയുള്ള കൂമനെയും കൂമത്തിനെയും പോലും ഇവിടെ നാട്ടിൽ ഇതാ ജീവിച്ചിട്ട് എന്താ കാര്യം? പിന്നെ കാട്ടില് ഒരു വാനരന്മാരുടെ പ്രത്യേകത അതേപോലെയല്ലേ ഇപ്പം നാട്ടിലുള്ള ആൾക്കാരും ജീവിക്കുന്നത്. ഏതെങ്കിലും വാനരന്മാർക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുക? അവൻ നേരെ മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ തെളിയിക്കും. എന്നിട്ട് അത് കഴിക്കും ആദ്യം അല്ലേ. എന്നിട്ട് തൻ്റെ ഭാര്യ കുഴങ്ങിയെത്തിയിട്ട് വായയ്ക്ക് വെച്ച് കൊടുക്കും, അത് കഴിക്കും. എച്ചിലില്ലാതെ വറ്റില്ലാതെ. നമ്മൾ വീട്ടിൽ അങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കാൽ? വീട്ടിലാരൊക്കെ ഉണ്ടാവുള്ളൂ? വയസ്സായി അച്ഛനുണ്ടാവും, വയസ്സായി അമ്മയുണ്ടാവും, കുട്ടികളൊന്നും എന്തായാലും അടുത്തുണ്ടാവില്ല. വയസ്സായി കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചോദിക്കും, നിങ്ങളെന്താ മനുഷ്യ നോക്കുക? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരും ഇല്ല, അടുത്തും നോക്കാ പോയി, കുട്ടികളും ഇല്ല, മക്കളും ഇല്ല, ആരും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ഭർത്താവ് വീടിൻ്റെ പുറത്തൊരു കസാല ഉണ്ടാവും, കുറേ നേരം അതിൻ്റെ മുകളിൽ വയ്ക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് മുഴുവൻ കൊണ്ടുവയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കി വല്ല മാവിട്ടുണ്ട് അതിലേക്ക് നോക്കിയിരുന്ന്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും പുറത്തേക്ക് കയറിയിരിക്കും. ഈ കുരങ്ങന്മാരെങ്ങനെയാണ് അത്ര കുറേ നേരം തൻ്റെ ഭാര്യ കുരങ്ങത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക? കടിച്ച് എച്ചിലില്ലാതെ വറ്റില്ലാതെ അങ്ങനെ കുരങ്ങന്മാർ ഭക്ഷണം കഴിക്കും. നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്? ആൾക്കാരല്ലേ നിന്നിട്ടും അല്ല അല്ലേ. ഒരുവിധം വീട്ടിലൊക്കെ എന്തുണ്ടാവും? ഡൈനിങ് ടേബിൾ ഉണ്ടാവും അല്ലേ. അതിൻ്റെ നമ്മൾ നിന്നിട്ടും അല്ല. അതേപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ കാട്ടിലുള്ള ജീവജാലങ്ങളെ പോലെ ജീവിക്കാതെ ഇത് വേണം, ഈശ്വരനെ ഉപാസിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഹരിയാശിതം ജ്ഞാനാസിമാതായ തരാതിഭാരം. ജ്ഞാനമാകുന്ന വാള് കയ്യിലേക്കെടുത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ എല്ലാ പ്രതിബന്ധങ്ങളെയും, ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കി ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കൂ. നാരായണായ ഹരേ നമഃ. അതെന്ത് വേണം? നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യോ. ആരെ കണ്ടു കഴിഞ്ഞാലും വീണ് നമസ്കരിക്കാനുള്ള ഒരു ഭാവമാണ് ഇതാ ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം മറ്റുള്ളവർക്ക് ഇതാ ഉണ്ടായിരിക്കും അല്ലേ. ആ ഗുണത്തിനെ നമ്മൾ എന്ത് വേണം? എല്ലാ സമയത്തും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് ഇതാ സാധിക്കാതെ. എന്നാൽ ഇപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി പറയണം അല്ലേ. രണ്ടാൾക്കാർ ഒരുമിച്ച് സംസാരിക്കുക വിചാരിക്കുക അല്ലേ. ആളുകൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ തൻ്റെ അഭിപ്രായം പറയാൻ എന്തൊരു വെമ്പലാന്നാണ് വിചാരിച്ചത്. തൻ്റെ അഭിപ്രായം കണ്ട് പറഞ്ഞ് അത് കേൾക്കണം. മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു ഭാവം ഒരു തരി പോലും ഇല്ല ആളുകൾക്ക്. എന്താ വേണ്ടത്? എപ്പോഴാണ് നമുക്ക് സന്തോഷമാവുക? രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് അല്ലേ, എപ്പോഴാണ് സന്തോഷം? നമ്മളെ ഒരാൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴേ സന്തോഷമുള്ളൂ. നമ്മളെ അംഗീകരിക്കുന്നില്ല വെച്ചാലോ അത് പ്രയാസമാണ് അല്ലേ. എന്ത് വേണം? അങ്ങനെ ഈശ്വരനെ ഉപാസിക്കുന്ന ആളുകളോട് കൂടിയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. നാരായണായ ഹരേ നമഃ. ഹാസ്യൻ മൃഗത്വമഭിയസമുദാജകാര. തന്നിലുള്ളതായിരിക്കുന്ന മൃഗത്വവാസനയെ ഇല്ലാതാക്കൂ. മൃഗത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? ഈ മൃഗഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗഭാവന എന്ന് പറഞ്ഞാൽ അതങ്ങനെ നടക്കുന്ന സമയത്ത് അത് അജ്ഞാനം നടത്തും. എന്താ? നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ വണ്ടിയിലൊക്കെ പോണ സമയത്ത്, ടാറിട്ട റോഡിൽ കൂടെ പോണ സമയത്ത് ആളുകൾക്ക് എന്ത് തോന്നും? കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാകും അല്ലേ. ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോയാലോ വെള്ളം കുറച്ചുകൂടി അപ്പുറത്തായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമല്ലോ വിചാരിക്കും അല്ലേ. അവിടെയാണ് വെള്ളം എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെ? ഈ കസ്തൂരിമാൻ തൻ്റെ നാഭിയിൽ നിന്നാണ്
കസ്തൂരി ഗന്ധം വരുന്നത് എന്നറിയാതെ ലോകം മുഴുവനും സഞ്ചരിക്കുന്നു. കസ്തൂരിമാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ആ കസ്തൂരിയുടെ ഗന്ധം ഉണ്ടായിരിക്കും. പക്ഷെ കസ്തൂരിമാൻ അറിയില്ല എവിടുന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്നറിയാതെ ലോകം മുഴുവനും ഇതാ സഞ്ചരിക്കുന്നു. ഇതേപോലെ തൻ്റെ സുഖത്തിന് കാരണം ആരാണ്? അവരവർ തന്നെയാണ് തൻ്റെ സുഖത്തിന് കാരണം. എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്? തൻ്റെ ഉള്ളിലാണ് ഭഗവാൻ ഇതായിരിക്കുന്നത്. അവനവൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഈശ്വരനെ അറിയാണ് ഇതാ വേണ്ടത്. ആ ഭഗവാനെ ഉപാസിച്ച് നമ്മളുടെ കർമ്മം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. മൃഗത്വ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നുള്ള ആ ഉപദേശങ്ങളൊക്കെ ഇതാ കൊടുത്തു. പിന്നീടാണ് ഭരതൻ്റെ ആ വംശത്തിലെ അനവധി രാജാക്കന്മാരുടെ ചരിത്രം. സുമതി എന്നു പേരായിരിക്കുന്ന ഒരു രാജാവിനോട് കൂടിയിട്ട് ആ വംശത്തിനെ പറഞ്ഞതാ സമർപ്പിച്ചു. പിന്നീടാണ് ഈ ഭൂലോകത്തിനെ വർണ്ണിക്കുന്നത്. നമ്മൾ ഈ താമസിക്കുന്നതായിരിക്കുന്ന ലോകം എന്തൊരു വലിപ്പാന്നാണ് വിചാരിച്ചത്. ആകെപ്പാടെ കുറച്ച് സ്ഥലമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു നേരെ കഴിഞ്ഞാൽ മുല്ലോർലി എന്ന് പറഞ്ഞ സ്ഥലം ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ കുറച്ചുകൂടി അപ്പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. എന്നെല്ലാം പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി ചില ആൾക്കാർ കുറച്ചും കൂടി അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ചാലക്കുടിയൊക്കെ പോയി വന്നിട്ടുണ്ടാവും ചിലവരുടെ. എന്നാൽ അതൊന്നും എല്ലാ സ്ഥലം ചിലവർ ഒരു സൂര്യനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സൂര്യനൊന്നുമല്ല, 12 സൂര്യന്മാരുടെ പേര് ഭാഗവതത്തിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട്. 12 സൂര്യന്മാർ അല്ലേ? നമുക്ക് വിചാരിക്കാൻ പറ്റൂ. ഇങ്ങനെ ദ്വാദശാദിത്യന്മാർ ഇങ്ങനെ എത്ര വലിപ്പമായി ലോകത്തിനാണ് വിചാരിച്ചത്. ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ഭൂലോകത്തിൻ്റെ ആ വ്യാപ്തിയെയാണ് പിന്നീട് ഭാഗവതത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. ആയാമവിശേഷം വലിയതായിരിക്കുന്ന സുമേരു പർവ്വതം. ആ സുമേരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ദേവലോകത്തിൽ നിന്നും ഗംഗാനദി ഒഴുകുന്നു. അത് 4 കൈവഴികളായിട്ട് ഭൂമിയിലേക്ക് ഇതാ എത്തിച്ചേർന്നു. സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര. അതിൽ അളകനന്ദയാണ് നമ്മുടെ ഈ ഭാരതപ്രദേശത്തിനെ ശുദ്ധീകരിക്കുന്നത്. പിന്നെ ഈ സുമേരു പർവ്വതത്തിൻ്റെ 4 ഭാഗത്തും 20 പർവ്വതങ്ങൾ, കുരംഗം, കുരരം, കുസുംബം, വൈഗംഗം, ത്രികൂടം, ശിശിരം, പതംഗം, നിഷധം തുടങ്ങി 20 പർവ്വതങ്ങൾ സുമേരു പർവ്വതത്തിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ അളകനന്ദയിൽ ഗംഗയിൽ ഒരിക്കൽ തന്നെങ്കിലും പോയിട്ടൊന്ന് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. ഗോമുഖിൽ നിന്നാണ് അളകനന്ദ ഗംഗ ഒഴുകിയിതാ വരുന്നത്. അതെങ്ങനെ ഒഴുകി ഹിമാലയപർവ്വതത്തിന് മുകളിലെ ബദരികാശ്രമത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്കിത് ആ ഗംഗയെ കാണാനായിട്ട് സാധിക്കുന്നു. ആ ഗംഗാനദി താഴത്തേക്ക് ഒഴുകി ഹിമാലയത്തിൽ നിന്ന് താഴത്തേക്ക് ഒഴുകി ദേവപ്രയാഗ, നന്ദപ്രയാഗ, കർണപ്രയാഗ, വിഷ്ണുപ്രയാഗ, കേശവപ്രയാഗ, രുദ്രപ്രയാഗ, പല പ്രയാഗങ്ങളായി അങ്ങനെ ഹരിദ്വാറിൽ എത്തിച്ചേരുമ്പോൾ ആ ഗംഗയെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ തന്നെങ്കിലും എന്ത് വേണം? ആ ഗംഗയിലൊന്ന് പോയിട്ട് സ്നാനം ചെയ്യണം. അതാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതായിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും 8 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും. ഏതൊക്കെ 8 കാര്യങ്ങളാണ്? ഗംഗാ, ഗീത, ചഗായത്രവിധ, തുളസിക, ഗോപികാചന്ദനം, തൽസാളഗ്രാമാഭി പൂജ, പരപുരുഷ തഥാ ഏകാദശി നാമവർമ്മ ഏതാന്യഷ്ടാപ്യയത്നാന്യപി സമയേ. കലികാലത്തുള്ള ഗൃഹസ്ഥാശ്രമികൾ നിർബന്ധമായിട്ടും ഗംഗയിൽ പോയിട്ട് കുളിക്കണം. ഗംഗാനദിയിൽ പോയിട്ട് ഒരിക്കൽ തന്നെങ്കിലും ഇതാ സ്നാനം ചെയ്യുക. ഭഗവത്ഗീത അത് നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. 18 അധ്യായവും പഠിക്കുക. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവത്ഗീത പഠിക്കുക. ഭഗവത്ഗീത പഠിച്ചാലുള്ള ഗുണം എന്താണ്? വിപരീതമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ നല്ലതായിട്ട് തീരുന്നു. അതാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുന്നത്. ഗീതാച ഗായത്രി, 24 അക്ഷരങ്ങളായിരിക്കുന്ന ഗായത്രിയെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാലോ നല്ല ബുദ്ധി വികാസം അവർക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഭരതന്റെ ചരിത്രം നമ്മളിതാ കേട്ടല്ലോ. ഭരതൻ ഗായത്രി ഉപാസകനാണ്. പരോരജസ്സവിതു ജാതവേദോ. ഈ സവിതാവിനെ സൂര്യനെ ഉപാസിച്ചത് കൊണ്ടാണ് ഭരതനെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യവും അതിൻ്റെ മുന്നത്തെ ജന്മത്തിലെ കാര്യമൊക്കെ ഓർക്കാനായിട്ട് ഇതാ സാധിച്ചത്. അതുകൊണ്ട് സൂര്യോപാസന നിർബന്ധമായിട്ടും ഇതാ നടത്തേണ്ടതാണ്. ഗായത്രി ജപം നിർബന്ധമായിട്ടും ഇതാ ഉണ്ടാവേണ്ടതാണ്. ഗംഗാ, ഗീതാച ഗായത്രവിച്ച തുളസിക്ക. ഒരു ഗൃഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൃഹത്തിന്റെ നേരെ മുന്നിൽ കിഴക്ക് ഭാഗത്ത് എന്തുണ്ടായിരിക്കണം? ഒരു തുളസി തറ ഉണ്ടായിരിക്കണം. ആ തുളസിയിൽ തട്ടിയതായിരിക്കുന്ന കാറ്റ് വേണം നമ്മളെ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് ഇതാ എത്തിച്ചേരും. എന്നാലും ആ ഗൃഹത്തിൽ ഒരുവിധം രോഗങ്ങളൊന്നും ഇതാ ഉണ്ടാവില്ല. എന്തെങ്കിലും രോഗങ്ങളുണ്ട് വെച്ചാൽ ആ രോഗങ്ങളും കൂടി ഭഗവാൻ ഇതാ ഇല്ലാതാക്കി നിർത്തുന്നു. തുളസിയിട്ടതായിരിക്കുന്ന വെള്ളം അത് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. അപ്പം തലേ ദിവസമൊക്കെ എന്താ ചെയ്യുക? തുളസിപ്പൂവൊക്കെ എടുത്ത് അതങ്ങനെ വെള്ളത്തിൽ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ നീറ്റ് കുടിച്ചാൽ മതി. അപ്പം തന്നെ രോഗങ്ങൾ ഇതാ ഇല്ലാതാവും.
അങ്ങനെ തുളസിയെ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. തുളസിക ഗോപിക ചന്ദനം, കൊല്ലത്തിൽ ഒരിക്കൽ തന്നെങ്കിലും തുളസിക്ക് പൂജ നടത്തണം. തുളസിക്ക് പൂജ എന്ന് പറഞ്ഞാലോ രാവിലെ വെള്ളം കൊണ്ടുപോയി നനയ്ക്കുക, ഉച്ചയ്ക്ക് നനയ്ക്കുക, വൈകുന്നേരം നനയ്ക്കുക. തുളസി പൂവെടുത്ത് തൻ്റെ പൂജാമുറിയിലെ ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതാ സമർപ്പിക്കുക. തുളസി പൂവ് കൊണ്ട് മാല കെട്ടി ഭഗവാൻ ഇതാ ചാർത്തുക. ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് തുളസിയോട്. വൃന്ദാവനത്തിൽ പോയി ആളുകൾക്കറിയാം, അവിടെ തുളസി ദേവിയുടെ ഒരു വൃന്ദാദേവിയുടെ ക്ഷേത്രമുണ്ട്. അങ്ങനെ തുളസിക്ക് അത്രയധികം പ്രാധാന്യം. ഗോപികാചന്ദനം തൽസാളഗ്രാമാഭിപൂജ. ഗോപികാചന്ദനം എല്ലാ ദിവസവും ശരീരത്തിൽ ഗോപീചന്ദനം അണിയണം എന്ന് പറയും. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞിട്ടാൽ കിട്ടുന്നതാണ് ഗോപീചന്ദനം. ആ ഗോപീചന്ദനം നിർബന്ധമായിട്ടും ശരീരത്തിൽ അണിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഗോപസ്ത്രീകളുടെ ദേഹയോഗം നടത്തിയതായ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന ശുദ്ധീകരിച്ച മണ്ണാണ് ഗോപീചന്ദനായിട്ട് മാറിയത്. ആ ഗോപീചന്ദനം ശരീരത്തിൽ അണിയണം. ഗോപികാചന്ദനം സാളഗ്രാമാഭിപൂജ. ഒരു ഗൃഹം ഉണ്ടാവും, ആ ഗൃഹത്തിൽ സാളഗ്രാമം ഉണ്ടായിരിക്കണം. സാളഗ്രാമത്തിനെ പൂജ കഴിക്കണം. നീ വീട്ടിലെ സാളഗ്രാമം ഇല്ല വെച്ചാൽ സാളഗ്രാമം അമ്പലങ്ങളിലൊക്കെ സാളഗ്രാമം ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് നിർബന്ധമായിട്ട് രാവിലെ കഴിക്കുന്നതായ തീർത്ഥം എന്ന് പറഞ്ഞാൽ അത് സാളഗ്രാമ തീർത്ഥമാണ്. സാളഗ്രാമ ശില കൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എത്ര സാളഗ്രാമ ശിലകളാണ് അവിടെയെന്നാണ് വിചാരിച്ചത്. ആ ഭഗവാന്റെ പിന്നിൽ നിറച്ച് സാളഗ്രാമമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന തീർത്ഥം സേവിക്കുമ്പോൾ സാളഗ്രാമ തീർത്ഥമാണ് നമ്മൾ കഴിക്കുന്നത്. സാളഗ്രാമത്തിന് അത്രയധികം പ്രാധാന്യം. ഇത് അറിഞ്ഞ് സേവിച്ചാലും അറിയാതെ സേവിച്ചു കഴിഞ്ഞാലും ഐശ്വര്യമാണ് എന്ന് പറയും. സാളഗ്രാമത്തിനെ പറ്റിയിട്ട് അനവധി ഐതിഹ്യങ്ങൾ, അനവധി കഥകളൊക്കെ. അറിയാതെ ഒരു കല്ല് കിട്ടിയത്ര, ഒരു ഇറച്ചി വെട്ടുകാരനെ കിട്ടിയത്. അത് കിട്ടിയതോട് കൂടിയിട്ട് ഇവൻ്റെ കടയിൽ ഐശ്വര്യം ഇങ്ങനെ കൂടി വേറൊന്നുണ്ടാക്കി. വേറൊരു കട ഇയാൾക്കിന്നെ അത്ഭുതമല്ല, എത്ര പെട്ടെന്ന് പൈസക്കാരനാവുക എന്ന് പറഞ്ഞാൽ പോവാൻ. അപ്പോഴാണ് ദിവ്യനായിരിക്കുന്ന ഒരാൾ അവിടെ എത്തിച്ചത്. അയാളോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ, എന്താ പറയുക പറഞ്ഞു. എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് പൈസ ഇങ്ങനെ വരുന്നുണ്ട്, ധാരാളം പൈസ, എന്താ അറിയില്ല. അപ്പോഴാണ് ഇയാൾ തുലാസിലേക്ക് നോക്കിയത്. തുലാസിൽ ഇയാൾ ഈ തൂക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന ആ കട്ടി അത് കല്ലൊന്നും ആയിരുന്നില്ലാതെ ഒരു ദിവ്യമായിരിക്കുന്ന സാളഗ്രാമാണ്. ഏത് സാളഗ്രാമാണ് നോക്കിയത്രേ. ഏത് സാളഗ്രാമം അറിയോ? നരസിംഹത്തിൻ്റെ സാളഗ്രാമം. നരസിംഹത്തിൻ്റെ പ്രത്യേകത എന്താ? അയാൾക്ക് ഈ പായസം മാത്രം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇത് കിട്ടണം. സിംഹല്ലേ, ഇത് രാവിലെ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ തറയ്ക്കുക, അതന്നെ പരിപാടി. അതൊക്കെ കിട്ടിയപ്പോൾ ഭഗവാൻ എന്തൊരു സന്തോഷമായി അറിയില്ല. തുടങ്ങട്ടെ വേറൊരു കട്ടുകുട്ടി, അപ്പുറത്ത് വേറൊരു കട്ടുകുട്ടി തുടങ്ങട്ടെ എന്ന് പറഞ്ഞാലേ. ഇപ്പൊ സാളഗ്രാമത്തിനെ നമ്മൾ അറിഞ്ഞ് ഉപാസിച്ചാലും അറിയാതെ ഉപാസിച്ചു കഴിഞ്ഞാലും ആ ഐശ്വര്യത്തിനെ ഭഗവാൻ നമുക്കിതാ പ്രദാനം ചെയ്തു. നാമവർണ്ണ. ഒരു ഗൃഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗൃഹത്തിലിരുന്ന് ഭഗവാന്റെ തിരുനാമം ഇങ്ങനെ നിരന്തരമായിട്ട് ജപിക്കുക. ആ തിരുനാമം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാമം എഴുതുന്നതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. പുസ്തകം വാങ്ങാൻ ഇരുന്ന് എഴുതൻ രാവിലെ വൈകുന്നേരം വരെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അല്ലേ, നമ്മളെ മനസ്സ് ഭഗവാനിൽ എത്തിച്ചേരുന്നു. നമ്മളെ കർമ്മം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. ശ്രദ്ധ മുഴുവനും ഈശ്വരനിലേക്ക് ആവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്? പുസ്തകം വാങ്ങി നാമം അങ്ങോട്ട് എഴുതുന്നില്ലേ. പുസ്തകം വാങ്ങാനുണ്ടെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരും, അത്രയുള്ളൂ. അത് പൊട്ടേ വിചാരിക്കല്ലേ. ഞാനത് മനസ്സിലുണ്ടാവുന്നതായിരിക്കുന്ന ആ ശുദ്ധി, ഒരു ശാന്തി ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇരുന്നങ്ങനെ എഴുതന്നെ, നാമം ഇങ്ങനെ എഴുതി വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല ആ സമയത്ത്. അല്ലേ, മനസ്സിന് നല്ല സന്തോഷം. ആ മനസ്സിൽ ഭഗവാനെ എങ്ങനെയൊക്കെ നമുക്ക് നിറയ്ക്കാൻ പറ്റൂ. അപ്പോഴാണ് മനസ്സ് ശുദ്ധമായിട്ട് തീരുന്നത്. അല്ലേ, ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഉണ്ട് വെച്ചാൽ പിന്നെ ആ പാത്രത്തിലേക്ക് വെള്ളമാക്കാൻ പറ്റുമോ? പിന്നെ ആ പാത്രത്തിലേക്ക് വെള്ളമാക്കാൻ പറ്റും. എന്ത് വേണം? ഈ തൻ്റെ മനസ്സാകുന്ന പാത്രത്തിലേക്ക് ഭഗവാനെ തന്നെ നന്നായിട്ട് അങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗംഗാഗീതാച ഗോപികാചന്ദനം തൽസാളഗ്രാമാഭിപൂജ. ഇങ്ങനെ 8 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഗൃഹസ്ഥാശ്രമികൾ അനുഷ്ഠിക്കേണ്ടതാണ്. പിന്നീട് ഓരോരോ വർഷങ്ങളിലും ഭക്തന്മാര് ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിവർഷത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ നരസിംഹമൂർത്തിയെ പ്രഹ്ലാദൻ ഉപാസിക്കുന്നു. സ്വസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീദത. എന്താ പ്രഹ്ലാദൻ പറയുന്നത്? ഭഗവാനെ അങ്ങയെ ഉപാസിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരെ അങ്ങ് അനുഗ്രഹിക്കുക. അത് അങ്ങയുടെ സ്വഭാവമാണ്.
അങ്ങയുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടത് കൊടുക്കുക എന്നുള്ളത് അങ്ങയുടെ ഒരു സ്ഥിരമായിട്ടുള്ള സ്വഭാവം. അതെനിക്കറിയാം. എനിക്കിപ്പോൾ പറയാനുള്ളത് അതല്ല. എന്താണ്? ഫലപ്രസീദത. ഈ ലോകത്ത് കുറേ ദുഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്. തലേ ദിവസം രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഡയറിയിൽ എഴുതും, നാളെ ആരൊക്കെ ഉപദ്രവിക്കണം, ഏതൊക്കെയാളുടെ കയ്യ്, ഏതൊക്കെയാളുടെ കാല്, ഏതൊക്കെയാളുടെ തല, ഏതൊക്കെയാളുടെ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് മോഷ്ടിക്കണം അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളുടെ ആ മനസ്സിനെ ഒന്ന് മാറ്റണേ ഭഗവാനെ. ഫലപ്രസീദത. ഈ ഖലന്മാരിൽ ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളിൽ അങ്ങൊന്ന് പ്രസാദിക്കണേ ഭഗവാനെ എന്ന് ആ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. സ്വഭാവമിതി. ഇങ്ങനെ പല വർഷങ്ങളിലും ഭഗവത് ഭക്തന്മാര് ഭഗവാനേതാ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ഭദ്രശ്രവസുകള് ഭദ്രാശീർഷത്തിലിരുന്ന് ഭഗവാനെ ഉപാസിക്കുന്നു. കേതുമാലത്തില് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി കാമദേവ സ്വരൂപത്തിലുള്ള തന്റെ ഭർത്താവായിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് ഉപാസിക്കുന്നത്. സ്ത്രീയോ ഋഷികേശ്വരം സ്വതോഹി ആരാധ്യലേഭേ പതിമാശാസദൈന്യം. സാധാരണ ഈ സ്ത്രീകൾ കുട്ടികളാവുന്ന സമയത്ത് തന്നെ അവരിങ്ങനെ വളർന്ന് വരുമ്പോൾ കല്യാണപ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്ക് തോന്നും, ആരെയാ കല്യാണം കഴിക്കുക, ഭഗവാനെ അറിയില്ല കേട്ടോ, അതുകൊണ്ടൊരു നല്ല സ്നേഹമുള്ള ആളെന്നെ പറഞ്ഞു, നല്ലൊരാളെന്നെ കിട്ടണേ, നല്ലൊരാളെ കിട്ടണേ എന്നൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു അത്രേ. ഇപ്പം പിന്നെ എന്താ ചാവും, ഞാൻ നേരെ ആയിക്കോളാം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. ഇങ്ങനെ നല്ല ആളെ കിട്ടണേ എന്ന് വിചാരിച്ച് പല വ്രതങ്ങളൊക്കെ സ്വീകരിക്കും ആളുകൾ. എന്താ ലക്ഷ്മി ഭഗവതി പറയുന്നത്? ഈ ലോകത്ത് നല്ല സ്നേഹമുള്ളതായിരിക്കുന്ന ഭർത്താവിനെ കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ഒരു ഭർത്താവില്ലേ, സാക്ഷാൽ മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെ ഉപാസിച്ചാൽ മതി. പതിമാശാസദൈന്യം. ആ ഭഗവാനാണിത് ആ പതി അല്ലേ. പതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാതി ഇതി പതി പറയും. രക്ഷിക്കുന്നയാളെയാണ് പതി എന്ന് പറയുന്നത്. ആരാ രക്ഷിതാവ്? സാക്ഷാൽ ഭഗവാനാണ് രക്ഷിതാവ്. ഭഗവാൻ രക്ഷിതാവാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവിൽ നിന്നും സ്നേഹത ഉണ്ടാവുന്നു, ഏതൊരു ഭാര്യയിൽ നിന്നും അവർക്ക് സ്നേഹത ഉണ്ടാവുന്നു. പിന്നീടാണ് കിംപുരുഷ വർഷത്തില് സാക്ഷാൽ രാമചന്ദ്ര പ്രഭുവിനെ ഹനുമാൻ സ്വാമിയാണ് ഇതാ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്. മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം. സാക്ഷാൽ ഭഗവാൻ തന്നെ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ എത്തിച്ചേർന്ന് സീതാദേവിയെ വിവാഹം കഴിച്ചു. സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി ഇത്രേ. എൻ്റെ ഭഗവാനെ ഭാര്യേനൊക്കെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ചു പോകും. സീതാകൃത അനിവ്യസനാനീശ്വരസ്യ. എന്നിട്ടോ സീതാദേവിയെയും അന്വേഷിച്ച് സാക്ഷാൽ ഭഗവാൻ എങ്ങനെ കാട്ടിലൂടെ താൻ നടന്നല്ലേ. ഭഗവാൻ അടക്കം കാട്ടിലൂടെ നടക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാലോ. സാധാരണ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെച്ചാൽ അതിനെത്ര ദുഃഖിക്കാനായിട്ടതാണുണ്ടോ? ആ ഭഗവാന്റെ മഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നു. ന ജന്മനൂനം മഹതോ ന സൗഭഗം ന ബുദ്ധി ന ആകൃതി ദോഷഹേതു. ഒരാളുടെ ബുദ്ധി നോക്കിയിട്ടല്ല, ഒരാളുടെ ആകൃതി നോക്കിയിട്ടല്ല, ഒരാളുടെ ജന്മം നോക്കിയിട്ടല്ല ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നത്. പിന്നെയോ തൻ്റെ പാദങ്ങളിൽ ആരാണോ വീണ് നമസ്കരിക്കുന്നത് അവർക്ക് ആ അനുഗ്രഹത്തിനെ ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യും. പിന്നീടാണ് നമ്മൾ ഈ താമസിക്കുന്നതായ ഭാരതത്തിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നത്. സ്വർലോകത്ത് താമസിക്കുന്നതായ ദേവന്മാരടക്കം ഈ ഭാരതത്തിൽ ഒന്ന് വന്ന് ജനിക്കണേന്ന് ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നു. ഏറെ ജന്മലബ്ധം ഭാരതാജിരേ മുകുന്ദസേവോപൈഹം സ്മൃഹാഹിന. ഏറെ ജന്മലബ്ധം ഭാരതാജിരേ. എന്താ ഈ ഭാരതവർഷത്തിന്റെ പ്രത്യേകത? സാക്ഷാൽ ഭഗവാൻ എടുത്ത അവതാരങ്ങൾ മുഴുവൻ ഭാരതത്തിലാണ് ഇതാണുള്ളത്. എത്രയെത്ര പുണ്യനദികളാ. ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി. 7 പുണ്യനദികൾ ഒഴുകുന്നതായ സ്ഥലമാണ് ഈ ഭാരത പ്രദേശം അല്ലേ. ആ പുണ്യനദികളെ മനസ്സിലേക്കൊന്ന് ധ്യാനിക്കുകയും വേണം. അതോടുകൂടി തന്നെ നമ്മളിതാ പുണ്യമുള്ള ആൾക്കാരായിട്ട് ഇതാ മാറുന്നു, പാപരഹിതരായിട്ട് ഇതാ മാറുന്നു. അനവധി ഭഗവാൻ ഭക്തന്മാര് ഉപാസിച്ചതായിരിക്കുന്ന സ്ഥലമാണ് ഈ ഭാരതം. ഭഗവാന്റെ ദിവ്യലീലകൾ മുഴുവനും നടന്നതായിരിക്കുന്ന പ്രദേശമാണ് ഭാരത പ്രദേശം അല്ലേ. അത്രയധികം പ്രാധാന്യമാണ് ഈ ഭാരത ഭൂമിക്ക്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി. ജനനീ ജന്മഭൂമിശ്ച. ഈ ജന്മഭൂമിക്കാണ് ഏറ്റവും കൂടുതൽ ഇതാ പ്രാധാന്യം. സാക്ഷാൽ ഭഗവാനെയാണ് ഇവിടെ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുക. നമ്മളെ ഏത് സ്ഥലത്തിൻ്റെ പേരും എടുത്തു നോക്കിക്കോളൂ, അതിനോടൊക്കെ ഒരു ഭഗവാന്റെ പേര് ബന്ധപ്പെട്ടതായിരിക്കും. ഏത് സ്ഥലം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ കണ്ണനെ ഓർക്കാതിരിക്കാൻ സാധിക്കൂ. കടലായി
ഒരു ക്ഷേത്രമുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം, ഗുരുവായൂർ അമ്പലം പോലെ കടലായി ക്ഷേത്രം അല്ലേ. ആ കണ്ണൻ്റെ ഊരാണ് കണ്ണൂരായിട്ട് നാം മാറിയത് അല്ലേ. കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ തലശ്ശേരി, അവിടെ കതിരൂര് എന്ന് പറഞ്ഞ സ്ഥലം. കതിരൂര് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കതിരവന്റെ നാടാണ്. കതിരവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യനാരായണ ക്ഷേത്രം. ആ സൂര്യനാരായണ ക്ഷേത്രം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിന് എന്ത് പേര് കിട്ടിയത്? കതിരൂര് എന്നുള്ള പേര് തന്നെ അതാ കിട്ടിയത്. കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ശരിക്കും എന്താ അതിൻ്റെ പേര്? പെരുവളയശ്ശേരി എന്നാണ് ആ പേര് അല്ലേ. അതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി അങ്ങനെ കൊണ്ടുവരുമ്പോൾ മുഹൂർത്തത്തിന് സമയം വൈകി എന്ന് മനസ്സിലായപ്പോൾ ഇത് എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമി തൻ്റെ കയ്യിലുള്ള പെരുവള, വലിയതായിരിക്കുന്ന വള എടുത്ത് എറിഞ്ഞു. ആ വള എവിടെയാണോ വന്ന് വീണത് അതാണ് പെരുവളയശ്ശേരി ആയിട്ട് മാറിയത്. പിന്നീട് അതിങ്ങനെ ലോപിച്ച് പെരളശ്ശേരി ആയിട്ട് നാം മാറി. എവിടെ ഇരുന്നിട്ടാണോ ഹനുമാൻ സ്വാമി വള എറിഞ്ഞത് ആ സ്ഥലത്തിലാണ് മർക്കടശ്ശേരി എന്നതാ അറിയാം. അത് പിന്നീട് മാറി എന്തായി? നക്രേരി എന്ന് അറിയപ്പെട്ടതാ തുടങ്ങിയല്ലേ. ഇങ്ങനെ ഏത് സ്ഥലം നോക്കിക്കഴിഞ്ഞാലും അത് ആ ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പേരുകളാണ്. ഈശ്വരനെ ഓർക്കാതിരിക്കാൻ സാധിക്കൂ? പഴനിമല എന്ന് കേൾക്കുന്നതിന് മുന്നേ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ ഓർക്കാതിരിക്കാൻ സാധിക്കൂ? ഗുരുവായൂർ എന്ന് കേൾക്കുന്നതിന് മുന്നേ തന്നെ ഭഗവാനെ ഓർക്കാതിരിക്കാൻ സാധിക്കൂ അല്ലേ? തിരുവനന്തപുരം എന്ന് കേൾക്കുന്നതിന് മുന്നേ അനന്തപത്മനാഭസ്വാമിയെ ഓർക്കാതിരിക്കാൻ സാധിക്കുമോ നമുക്ക് അല്ലേ? ആ ഭഗവാനാണ് ആദ്യം തന്നെ അതാ ഓർമ്മ വരും. അങ്ങനെ ഈശ്വരനെ ഓർമ്മപ്പെടുത്തുന്നതായ സ്ഥലമാണ് ഭാരതത്തിൽ മുഴുവൻ. ഏതൊരു സ്ഥലത്തിൻ്റെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പേരിലാണ് ഭഗവാനെയാണ് ഇതാ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുക. തൃശിവപ്പേരൂര് എന്ന്, അതാണ് തൃശ്ശൂരായിട്ട് ഇതാ അറിയുന്നത് അല്ലേ. ശിവപ്പേരൂരാണ്. അതാണ് ശിവനോട് ബന്ധപ്പെട്ട സാക്ഷാൽ മഹാദേവനെ, വടക്കുന്നാഥനെ ഓർക്കാതിരിക്കാനായിട്ട് ഇതാ സാധിക്കൂ? എറണാകുളം തപ്പനെ ഓർക്കാതിരിക്കാനായിട്ട് ഇതാ സാധിക്കൂ? ഇങ്ങനെ നമ്മൾ ഏതൊരു സ്ഥലത്താണോ നിൽക്കുന്നത് ആ സ്ഥലം മുഴുവനും ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ള ബോധം നമുക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവണം. ഈശ്വരനെ ഓർക്കുന്ന സ്ഥലമാണ് ഭാരതം. അതാണ് പുണ്യദേശമാണ്, പുണ്യപ്രദേശമാണ് എന്നതാ വർണ്ണിക്കുന്നത്. ജന്മലബ്ധം ഭാരതാജിരേ. ഈ ലോകത്ത് നിന്ന് പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആളുകൾ സ്വർഗീയ സുഖസൗകര്യം അനുഭവിക്കാൻ വേണ്ടി ദേവലോകത്ത് എത്തിച്ചേരുമ്പോൾ ആ ദേവലോകത്തു നിന്നും അവരൊക്കെ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ, ഞങ്ങൾക്കൊന്ന് ഭാരതത്തിലൊന്ന് വന്ന് ജനിക്കാനായിട്ട് ഇതാ സാധിക്കണേ, ഇവിടെ ഒന്ന് ജനിക്കാൻ സാധിക്കും. ഖട്വാങ്കൻ പേരായിട്ടുള്ള മഹാരാജാവ് അദ്ദേഹം ദേവലോകത്ത് പോയി യുദ്ധമൊക്കെ ചെയ്തു. ദേവന്മാർക്ക് ഇതാ ജയം കിട്ടി. ദേവന്മാർ പറഞ്ഞു ഖട്വാങ്കനോട്, അങ്ങക്ക് എന്താ വരം വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ. അപ്പം ഖട്വാങ്ക പറഞ്ഞു, ഇനി എനിക്ക് എത്രയും ആയുസുള്ളത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. 2 മുഹൂർത്തമേ ഉള്ളൂ എന്ന് മനസ്സിലായതോടുകൂടി ഖട്വാങ്ക പറഞ്ഞു, എന്നാൽ എന്നെ നിങ്ങൾ വേഗം ഈ ഭാരതഭൂമിയിലേക്ക് ഇതാ എത്തിക്കൂ, എനിക്ക് അവിടെ ഇരുന്ന് മരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മുഹൂർത്താൽ സർവ്വസൃജ്യ ഗതവാനഭയം ഹരിം. ഈ ഭാരതത്തിൽ ഇരുന്ന് മരിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഗതവാൻ അഭയം ഹരിം, അഭയത്തിൻ്റെ സ്ഥാനമായിരിക്കുന്ന ഹരിയിലേക്ക്, സാക്ഷാൽ ഭഗവാനിലേക്ക് ആ ഖട്വാങ്കനത എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിച്ചതല്ലേ. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. നമ്മൾ താമസിക്കുന്നതായ ഈ ഭാരതത്തിൻ്റെ മാഹാത്മ്യം നമുക്കിതാ മനസ്സിലാവുന്നില്ല. എത്രയെത്ര പുണ്യക്ഷേത്രങ്ങളാണിതാ ഈ ഭാരതത്തിലുള്ളത്. പരശുരാമസ്വാമി 108 ശിവക്ഷേത്രങ്ങൾ, 108 വിഷ്ണു ക്ഷേത്രങ്ങൾ, 108 ദുർഗാലയങ്ങൾ. തൻ്റെ സനാതനധർമ്മം ഈ ലോകത്തതാ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാ ചെയ്തത്. ഓരോരോ ക്ഷേത്രത്തിലേക്കും എത്തിച്ചേർന്ന് സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണിതാ നമസ്കരിക്കുമ്പോൾ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുമ്പോൾ ആ ഭഗവാൻ അവർക്ക് വേണ്ടതായ എല്ലാവിധ ഐശ്വര്യത്തിനെയും ഇതാ പ്രദാനം ചെയ്യുന്നു. അതാണ് പ്രതിഷ്ഠയായിക്കൊണ്ടാണ് ഭഗവാൻ ഇതാ അമ്പലത്തിൽ ഇതാ നിൽക്കുന്നത്. പ്രതിഷ്ഠ എന്താ? ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ പ്രതിഷ്ഠ നടത്തുന്നതായ തന്ത്രി വര്യന്മാർ എന്താ ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുക? ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിതി ഭവ. ഭഗവാനെ, ഈ ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അന്നതാ അവിടെ താമസിക്കണേ ഭഗവാനെ അല്ലേ. ലോകത്തിനെ അനുഗ്രഹിക്കുക. ആരൊക്കെയാണോ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അവർക്കൊക്കെ ഭഗവാൻ ആ അനുഗ്രഹത്തിനെ ഇതാ പ്രദാനം ചെയ്യുന്നു. അനുഗ്രഹത്തിനെയാണ് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത്. അത് ആര് വരുന്നോ എന്ന് ഭഗവാൻ നമുക്ക് പതിവില്ല. ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ ആ കയ്യിലുള്ളതായിരിക്കുന്ന ഐശ്വര്യത്തിനെ ഭഗവാൻ എങ്ങനെ അതാ പ്രദാനം ചെയ്യുന്നു. ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങോട്ട് വീണ് നമസ്കരിക്കണമോ? നമസ്കരിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാന്റെ മുട്ടുകൾ 2 ചെപ്പുകളാണ്. ആ ചെപ്പുകളിലുള്ളതായിരിക്കുന്ന രത്നങ്ങൾ തൻ്റെ പാദങ്ങളിലേക്ക് വീണ് കിടക്കുന്നതായ ആളുകളുടെ ശിരസിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. അതാണ് അവരുടെ ആ ആഗ്രഹങ്ങളൊക്കെ. ഇച്ഛാപിധാനം നിജപാദപല്ലവം. ഇച്ഛാപിധാനം, ഇച്ഛകൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആഗ്രഹങ്ങൾ.
ആഗ്രഹങ്ങൾക്ക് അടപ്പായിട്ട് തീരുന്നു ഭഗവാന്റെ പാദങ്ങൾ എന്നർത്ഥം. ആഗ്രഹങ്ങൾക്ക് എപ്പോഴാണ് അടപ്പാവുക അല്ലേ? ആഗ്രഹം സാധിക്കണം, അതന്നെ. ഒരാഗ്രഹം കഴിഞ്ഞാൽ അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹത്തിന് പിന്നാലെ നമ്മൾ ഓടിപ്പോവോ? അതില്ല. പിന്നെ വേറൊരു ആഗ്രഹം. ഇങ്ങനെ ഏതേത് ആഗ്രഹമാണോ നമുക്കുള്ളത്, ആ ആഗ്രഹങ്ങളെ മുഴുവനും സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ സാക്ഷാൽ ഭഗവാൻ ഇതാ കുടികൊള്ളുന്നത്. അമ്പലത്തിലേക്ക് എത്തിച്ചേരുക മാത്രമേ വേണ്ടൂ. ഇവിടെ വന്ന് ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇച്ഛാപിധാനം, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഭാഗവത്തിലുള്ളത്, ഇച്ഛാപിധാനം നിജപാദപല്ലവം. അതുകൊണ്ട് ഈ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ, എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരുന്നു. ശ്രീകൃഷ്ണചരണാം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ദുഃഖങ്ങൾ ഇല്ലാതായിട്ട് തീരണോ? കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ മതി, കൃഷ്ണന്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ മതി. ഭഗവാന്റെ പാദത്തിന്റെ അടുത്ത് അങ്ങനെ വന്നിക്കുമ്പോൾ എന്ത് ദുഃഖമുള്ളത്? ഒരു ദുഃഖമില്ല, ഒന്നും അറിയണില്ല എന്നുള്ളത്. പരമമായിരിക്കുന്ന ആനന്ദത്തിൽ 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 ഇരിക്കണോ? ഈശ്വരനെ ഉപാസിക്കുകയാണ് ഇതാ വേണ്ടത്. അതുകൊണ്ടാണ് സ്മൃതി ജന്മനസ്യാൽ, ഭഗവാനെ ആ ഭാരതത്തില് ജന്മം തരുന്ന സമയത്ത് എന്ത് വേണം? കുറച്ചൊക്കെ ഒരു ബുദ്ധിയുള്ള രീതിയിലുള്ള ഒരു ജന്മം തരണം കേട്ടോ ഭഗവാനെ. അങ്ങയെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു ബോധം അത് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവണേ ഭഗവാനെ. അങ്ങനെയുള്ള ഒരു ജന്മം ഞങ്ങൾക്ക് ഇതാ തരണേന്ന് ദേവന്മാർ പോലും ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നു. പിന്നീടാണ് രൂപമില്ലാത്ത ഭഗവാനെ ഉപാസിക്കുന്നതായ സ്ഥലം. ഇതുവരെ ഇപ്പോൾ രൂപത്തോടു കൂടിയ ഭഗവാൻ, രൂപമില്ലാത്ത പഞ്ചഭൂതങ്ങളെ ഉപാസിക്കുന്നതായ സ്ഥലം, അഗ്നിയെ ഉപാസിക്കുന്ന സ്ഥലം. അപ്പം നമ്മളുടെയൊക്കെ ഏറ്റവും വലിയതായിരിക്കുന്ന ഗ്രന്ഥം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വേദം എന്ന് പറയും അല്ലേ? വേദോഖിലോ ധർമ്മമൂല, എല്ലാവിധ ധർമ്മത്തിൻ്റെയും വേര് കിടക്കുന്നത് വേദത്തിലാണ്. അപ്പം ആ വേദമാണ് നമ്മളിതാ പഠിക്കണം. വേദത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതിനനുസരിച്ച് വേണം നമ്മളിതാ ജീവിക്കാൻ. അപ്പോൾ വേദത്തിൽ അഗ്നിക്കാണ്, അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് വേദം തുടങ്ങുന്നത്. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദം. ആ ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം എന്താ ചോദിച്ചാൽ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം. അഗ്നിയെ ഉപാസിച്ചുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നത്. അതാണ് നമ്മൾ ഏതൊരു കർമ്മം തുടങ്ങുന്നതിന് മുന്നേയും ആദ്യം എന്തുണ്ടായിരിക്കും? അതെന്താണ്ടായിരിക്കുക? ഒരു വിളക്ക് കത്തിച്ച് വെക്കും അല്ലേ? പണ്ടൊക്കെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഗ്നിയെ ഇങ്ങനെ ജ്വലിപ്പിക്കും. അഗ്നി കെടാതെ സൂക്ഷിക്കുക. അതിനാണ് അഗ്നിഹോത്രം എന്നതാ പറയുക. അഗ്നിഹോത്രം എല്ലാ വീടുകളിലും ഇതാ ഉണ്ടാവും. എന്നാൽ കാലക്രമേണ ആ ഹോമം കഴിക്കണമെന്നൊക്കെ ആളുകൾ ഇതാ ഇല്ലാതായിട്ട് ഇതാ മാറി. ഇപ്പം പിന്നെ എന്താ പതിവ്? പൂജാമുറി ഉണ്ടോ? ആ പൂജാമുറിയിൽ കെടാവിളക്കായിട്ട് വിളക്ക് ഇങ്ങനെ കത്തിച്ചതാ വയ്ക്കും. എപ്പോഴും ഇങ്ങനെ വിളക്ക് കത്തിച്ചതാ വയ്ക്കും. അപ്പോൾ അഗ്നിയെ പൂജിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ സംസ്കാരമാണ്. നമ്മൾ ഏത് കർമ്മം തുടങ്ങുന്നതിന് മുന്നേ എന്ത് വേണം? ഒരു വിളക്ക് നിർബന്ധമായിട്ട് ഇതാ ഉണ്ടായിരിക്കും. അഗ്നിയെ പൂജിച്ചിട്ടേ തുടങ്ങുള്ളൂ. അഗ്നിമീളേ പുരോഹിതം, ആ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതാ. അപ്പം എന്തുകൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതാ സാധിക്കണം അല്ലേ? എന്താണ് നമ്മളെ വേദശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അഗ്നിക്കാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. അങ്ങനെ അഗ്നിയെ ഉപാസിക്കുന്നതായ സ്ഥലം, ചന്ദ്രനെ ഉപാസിക്കുന്നതായ സ്ഥലം, വായുദേവനെ ഉപാസിക്കുന്ന സ്ഥലം, വരുണനെ വെള്ളത്തിനെ ഉപാസിക്കുന്ന സ്ഥലം. ഇമം മേ വരുണശ്രുതീഹമദ്യാജമൃളയത്വാമവസ്യുരാജകേ തത്വായാമി ബ്രഹ്മണാവന്ദമാന തദാശാസ്തേ യജമാനോ ഹഗർഭി അഹേടമാനോ വരുണേഹ ബോധി വിശംസമാന. ഇതാണ് ജലത്തിനെ, വെള്ളത്തിനെ ഉപാസിക്കുന്നതായ മന്ത്രം. ഇങ്ങനെയുള്ള വെള്ളത്തിനെ ഉപാസിക്കുന്നതായ സ്ഥലം, അങ്ങനെ പഞ്ചഭൂതങ്ങളെ ഉപാസിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ അതാ വർണ്ണിച്ചു. പിന്നീടാണ് താഴത്തേക്കുള്ള ലോകങ്ങൾ, മുകളിലേക്കുള്ള ലോകങ്ങൾ, ആകാശത്ത് ഉള്ളതായിരിക്കുന്ന അനവധി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അനവധി സൂര്യന്മാർ അല്ലേ? എത്ര സൂര്യനെ അറിയില്ല, എത്ര നക്ഷത്രങ്ങളാണ് ഇതാ ഉള്ളത് ആകാശത്ത് അല്ലേ? അനവധി നക്ഷത്രങ്ങൾ. ആ നക്ഷത്രത്തിനൊക്കെ അനുസരിച്ച് ഈ ലോകത്ത് ഓരോരോ ആളുകൾക്കും ജന്മത കിട്ടുന്നു. ഇങ്ങനെ ആകാശത്തുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ പാടെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തല കീഴായിട്ട് കിടക്കുന്ന ഒരു മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലാണ്. അതിനാണ് ഭഗവാന്റെ ശിംശുമാര സ്വരൂപം എന്ന് തന്നെ അത് അറിയപ്പെടുക. ആ ശിംശുമാര സ്വരൂപത്തിനെ വർണ്ണിക്കുന്നതായ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായം ആരാണോ പാരായണം ചെയ്യുന്നത്? ഗ്രഹക്ഷതാരാമയമാധിദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ മാതൃകാലം നശ്യേത തൽക്കാലജമാശുപാപം. അവിടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പാപകർമ്മങ്ങൾ മുഴുവനും ഇല്ലാതായിട്ട്, വിഗ്രഹദോഷങ്ങൾ ഇല്ലാതായിട്ട് തീരണോ? ഭാഗവതത്തിലെ ഈ അധ്യായം പാരായണം ചെയ്താൽ മതി. 23-ാമത്തെ അധ്യായം, പഞ്ചമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായം അങ്ങോട്ട് പാരായണം ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രഹദോഷവും ഇവരെ ജീവിതത്തിൽ ബാധിക്കില്ല.
പിന്നീടാണ് താഴത്തേക്കുള്ള ലോകങ്ങൾ, അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം. ഓരോരോ ലോകത്തിലും എങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങളാണ് അവിടെ ഉള്ളത്, ഈശ്വരൻ എങ്ങനെയാണ് അവരെ അത് അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ അതാ വർണ്ണിച്ചു. പാതാള ലോകത്ത് അനവധി സർപ്പങ്ങളാണ് ഇതായിരിക്കുന്നത്, വലിയ വലിപ്പമുള്ളതായിരിക്കുന്ന സർപ്പങ്ങൾ. മുകളിലേക്കുള്ള 7 ലോകങ്ങൾ, ഇങ്ങനെ മുകളിലേക്കുള്ള 7 ലോകങ്ങളെ ഒരു ലോകമായിട്ടും താഴത്തേക്കുള്ള 7 ലോകങ്ങളെ ഒരു ലോകമായിട്ടും, ഇങ്ങനെ ഭൂമിയെ മറ്റൊരു ലോകമായി ത്രിലോകം എന്നത് അറിയപ്പെടുന്നു. 3 ലോകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. താഴത്തേക്ക് മുകളിലേക്ക് എന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. ഏതാ ഈ താഴെ മുകളിലെന്ന് പറയാൻ പറ്റൂല. ശൂന്യമായിരിക്കുന്ന ഒരു പ്രതലത്തിൽ ഇന്നത് താഴെ ഇന്നത് മുകളിലെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൻ്റെയും താഴെയാണ് സാക്ഷാൽ അനന്തൻ സ്ഥിതി ചെയ്യുന്നത്. ആ അനന്തന് 1000 ശിരസാണ് ഇതാ ഉള്ളത്. ഏകകുണ്ടലോ ഹലകൗതി നീലവാസ, നീലപ്പട്ടാണ് അനന്തൻ ധരിച്ചിട്ടുള്ളത്. ഹന്തി അംഹസ്സപരിതൃണാം അശേഷമന്യം ഹന്തി അംഹ. ഈ അച്യുതന്റെ നാമം, ഈ അനന്തന്റെ നാമം ആരാണോ ജപിക്കുന്നത്, അനന്തായ നമ എന്നുള്ള നാമം ജപിക്കുന്നതോടുകൂടി രോഗത്തിന് കാരണമായിരിക്കുന്ന പാപകർമ്മങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നു. അതാണ് ഈ രോഗം മാറാൻ വേണ്ടിയിട്ട് ജപിക്കേണ്ട 3 നാമം. അതിനാണ് നാമത്രയം എന്ന് പറയുക. അച്യുത അനന്ത ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ള നാമം ജപിക്കുന്നതോടുകൂടി തന്നെ ഹന്തി അംഹ, അംഹസ്സുകളൊക്കെ പാപങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരുന്നു. എല്ലാവിധ രോഗങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ട് തീരുന്നു. ആ അനന്തനേതാ വർണ്ണിച്ചു. ആ അനന്തന്റെ 1000 ശിരസിൽ ഒരു ശിരസിലെ കടുകുമണിയെ പോലെയാണ് നമ്മളിതാ ഇപ്പോൾ താമസിക്കുന്ന ഈ ഭൂമി ഇതാ സ്ഥിതി ചെയ്യുന്നത്. അല്ലേ, കടുകിന് എത്രയോ വലിപ്പമുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. കടുക് കാണാത്തവരുണ്ടാവില്ലല്ലോ, ഏതാ കണ്ടതല്ല, അത്ര വലിപ്പമേ ഉള്ളൂ. ഇത്രയും നമ്മളിപ്പോൾ താമസിക്കുന്നതായ ഈ ഭൂമിക്ക് അനന്തന്റെ 1000 ശിരസിൽ ഒരു ശിരസിൽ ഒരു കടുകുമണിയെ പോലെയാണ് അനന്തൻ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഭൂമിയെ കൊണ്ട് നടക്കുന്നത്. ആ ഭൂമിയിലും എത്രയോ ചെറിയ സ്ഥലമാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന കേരളം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ. അതിലും എത്രയോ ചെറിയ സ്ഥലമാണ് തൃശ്ശൂർ, അതിന് എത്രയോ ചെറിയ സ്ഥലമാണ് ചാലക്കുടി, അതിൽ എത്രയോ ചെറിയ സ്ഥലമാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന നെല്ലായി പറഞ്ഞ സ്ഥലം അല്ലേ. അതിൽ എത്രയോ ചെറിയ സ്ഥലമാണ് പന്തല്ലൂർ അല്ലേ, അങ്ങനെയല്ലേ പറയുക പന്തൽ. എന്നിട്ട് അവിടെ എവിടെയോ ഇന്ന് എന്തൊക്കെയാ പറയുന്നത് ആൾക്കാർ, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അത് പറയുന്നു. പൊട്ട കിണറിൽ കിടക്കുന്ന തവളയെ പോലെയെന്ന് രാമകൃഷ്ണ പരമഹംസർ ഇതാ വർണ്ണിക്കും, വിവേകാനന്ദ സ്വാമികൾ വർണ്ണിക്കും. പൊട്ട കിണറിൽ 2 തവള ഉണ്ടായിരുന്നു. അതിൽ ഒരു തവള എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറുന്നുണ്ട്, താഴത്തേക്ക് പോകും, പിന്നെ മുകളിലേക്ക് ചാടും, പിന്നെ മുകളിലേക്ക് ചാടും, താഴെ. പക്ഷെ വിട്ടുകൊടുത്തില്ല അത് പിന്നെ ഇങ്ങനെ ചാടി 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 എന്ത് ചെയ്തു, കിണർന്ന് പുറത്തേക്ക് എത്തി. അങ്ങനെ പുറത്തേക്ക് എത്തി ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നിങ്ങനെ പോകും. ഒരു ടാറിട്ട റോഡ് കണ്ടു. ആ ടാറിട്ട റോഡ് കൂടെ മെല്ലെ പോയി. അതാ വെള്ള ഷർട്ടൊക്കെ ഇട്ട ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കണുണ്ടോ. നമുക്ക് ഓട്ടോറിക്ഷ ഇങ്ങനെ വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഈ വെള്ള ഷർട്ടിട്ട് ആൾ കയറാൻ പുറപ്പെട്ടപ്പോൾ തവളി വേഗം എന്ത് ചെയ്തു, ഈ വെള്ള ഷർട്ടിൻ്റെ മുളയ്ക്ക് പിടിച്ച് കയറി. ഇത്രയും ഇയാൾ അറിഞ്ഞില്ല. അയാളങ്ങനെ പോയി പന്തല്ലൂരൊക്കെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇപ്പം നെല്ലായി എത്തി. അവിടേക്ക് KSRTC വരുന്നുണ്ട്. ഇയാൾ കയറിയപ്പോൾ ഇത്രയും തവളി അതിലേക്ക് കയറി. ഈ ബസ് ചില്ലറ സ്ഥലത്തേക്കൊന്നുമില്ല പോകണം, തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്തെത്തി, ശംഖുമുഖത്തെത്തി. അവിടെ എത്തി കടൽ കണ്ടു, കപ്പൽ കണ്ടു, കപ്പലണ്ടി വിൽക്കുന്ന ആളെ കണ്ടു, റാഗി പറക്കുന്ന ചെമ്പരത്തിനെ കണ്ടു, എന്തൊക്കെയാണ് കണ്ടത് അറിയില്ല. ഒക്കെ കണ്ട് രണ്ടാമതും ഇവിടേക്ക് എത്തിച്ചേർന്ന് കിണറിൽ ഇറങ്ങിയപ്പോൾ കിണറിലുള്ള തവളയോട് പറയാം, തവളയെ നീ വിചാരിച്ചതുപോലെ ഒന്നും അല്ലാട്ടോ ലോകം, വേറെ എന്തൊക്കെ സ്ഥലമുണ്ട്, നീ മിണ്ടാതിരിക്കുക അവിടെ കാണാത്ത തവള പറയുക. ഇതാണ് സാധാരണ ജനങ്ങളുടെ സ്ഥിതിയിൽ. പഠിക്കുന്നുണ്ട് എന്ത് വേണം, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നതാവണം. മഹർഷീശ്വരന്മാർ നമുക്ക് ആനന്ദം ഉണ്ടാവാൻ വേണ്ടി, സന്തോഷം ഉണ്ടാവാൻ വേണ്ടി, അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ എഴുതി വെച്ചിട്ടുള്ളത്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് ഇതാ അർത്ഥം. ആ അറിവിനെ പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതാ വേണം. എത്രത്തോളം ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുപ്പത്തിൽ പഠിച്ച് എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഭൂലോകത്തിനെ വർണ്ണിച്ച് സമർപ്പിച്ചു. ഇപ്പോഴാണ് ചോദിക്കുന്നത്, നരകെന്ന് പേരായിട്ട് ഒരു ലോകമുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സത്യത്തിൽ അത് ഉള്ളതാണോ, ഇന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ, ശരിക്കും ഉള്ളതാണ് വെച്ചാൽ എന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ആ നരകലോകത്തിനെ വർണ്ണിക്കുന്നത്. ആർക്കൊക്കെയാണോ നരകത്തിലേക്ക് പോവാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അവർ ചെയ്യേണ്ട ചില കർമ്മങ്ങളെ പറ്റിയിട്ട് ഭാഗവത്തിൽ ഇതാ വർണ്ണിക്കും. അങ്ങനെയുള്ള ചീത്തകർമ്മം ചെയ്ത ആൾക്കാരൊക്കെ പോകുന്ന സ്ഥലമാണ് നരകലോകം. അതിന് ക്വാളിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്.
നരകലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് 99,000 യോജന ദൂരത്താണ് നരകലോകം. അപ്പോൾ നരകലോകത്തിൽ ഭരിക്കുന്നതായ ആളാണ് സാക്ഷാൽ യമധർമ്മരാജാവ്. ആ ധർമ്മരാജാവിൻ്റെ ആളുകൾ മരിക്കാനായ ആൾക്കാരുടെ അടുത്തേക്ക് ഒരു യാതനാ ദേഹത്തോട് കൂടിയിട്ടാണ് എത്തിച്ചേരുക. മരിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് ആ ജീവാത്മാവിനെ ഒന്നിച്ചതായിടത്ത് യാതനാദേഹത്തിലേക്ക് ആക്കി മാറ്റി ഇവിടെ നിന്ന് അപ്പോൾ എത്രത്തോളം ഇഹലോകത്തിനോട് നമുക്ക് ബന്ധമുണ്ടോ, ഇതിനൊക്കെ വിട്ടുപിരിയാനുള്ളതായിരിക്കുന്ന പ്രയാസമുണ്ടോ? എൻ്റേതൊക്കെ എൻ്റേതാണ് ഭഗവാനെ, എൻ്റേത്. ഈ വീടിനെ ഞാൻ എങ്ങനെയോ അപേക്ഷിച്ച് പോവുക. ചില ആൾക്കാർ പൈസയൊക്കെ പാട് എടുത്ത് ബാഗിലാക്കി അല്ലേ, എന്നിട്ട് ആ താക്കോലൊക്കെ പാട് ഒന്നിച്ചെടുത്ത് തൻ്റെ അരയിലൊക്കെ തിരികില്ല. കൊടുക്കില്ല, ഞാൻ കുട്ടികൾക്ക് കൊടുക്കില്ല, ഭാര്യയ്ക്ക് കൊടുക്കില്ല, ഭർത്താവിനെ കൊടുക്കില്ല അല്ലേ. അപ്പം ഇതൊക്കെ വിട്ട് പിരിഞ്ഞ് പോണ സമയത്ത് എന്തൊരു പ്രയാസം ഉണ്ടാവുന്ന ഇതിനാ ചക്രശ്വാസം വലിക്കുക എന്ന് പറയും അല്ലേ. അങ്ങനെ മരിക്കണ സമയത്ത് ചില ആൾക്കാർ കണ്ടില്ലേ ചക്രശ്വാസം വലിച്ച് പോകുന്നത്. ആ യാതനാ ദേഹത്തിനെ വിടാനുള്ളതായിരിക്കുന്ന പ്രയാസം. അങ്ങനെ യാതനാദേഹത്തിൽ എത്തിച്ചേർന്ന് ഇവിടുന്നതാ നേരെ ആ യമധർമ്മരാജാവിൻ്റെ അടുത്തതാ എത്തിച്ചേരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വെച്ചാൽ നേരെ മുന്നിൽ പോകുന്നതായിരിക്കുന്ന വഴിയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ടാറിട്ട ഒരു റോഡാക്കുക, നല്ല വലിപ്പമുള്ളതായിരിക്കുന്ന ഒരു നല്ല വീതി കൂടിയ റോഡ്. NH പോലുള്ള റോഡില്ല, അതുകൂടെ എങ്ങനെ പോയി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ആർച്ച് പോലെയുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെയാണ് സാക്ഷാൽ യമധർമ്മരാജാവ് ഇരിക്കുന്നത്. അയാളൊരു പോത്തിൻ്റെ പുറത്തായിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 കൈയാണ്, 150 യോജന നീളാണ് ഇതാ ഉള്ളത്. ഇതൊരു വലിപ്പാന്നാണ് വിചാരിച്ചത്. 2 കയ്യിൽ, ഒരു കയ്യിൽ കുറേ കയറുണ്ട്, മറ്റൊരു കയ്യിൽ ഇരുമ്പിൻ്റെ ഒരു ഒലക്കിയാണ് ഉള്ളത്. ഇതാണ് യമധർമ്മരാജാവിൻ്റെ രൂപം. ഇനിയിപ്പോൾ രാവിലെ നേരത്തെ നീട്ട് ആർക്കെങ്കിലും ധർമ്മരാജാവിനെ ധ്യാനിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ധ്യാനിച്ചാൽ മതി. പോത്തിൻ്റെ പുറത്തെങ്ങനെ ഇരിക്കണേ ധർമ്മരാജാവിനെ വേണമെന്ന് വെച്ചാൽ ധ്യാനിക്കുക വളരെ നല്ലതാണ്. ഉപദ്രവം ഉണ്ടാവില്ല. സ്നേഹം കൂടിയ വാട്സപ്പ് നമ്പറൊക്കെ കിട്ടിയാൽ നന്നായില്ലേ, പിന്നെ നമ്മൾ ഉപദ്രവിക്കില്ല. നന്നായിട്ട് ധ്യാനിച്ചാൽ മതി രാവിലെ നേരത്തെ എണീറ്റ് അല്ലേ. അപ്പോൾ ഈ ധർമ്മരാജാവിൻ്റെ അടുത്ത് പാപം ചെയ്ത ആൾക്കാർ വന്നിരിക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ ചോട്ടിലൊക്കെ ചെറിയ എറുമ്പൊക്കെ ഇരിക്കില്ലേ, അത്രയും ഉണ്ടാവുള്ളൂ, അത്രയും നമ്മൾ. അപ്പോൾ ഇവർ ചെയ്ത പാപകർമ്മങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി ഉണ്ട് അത്രയും നേരം. എന്താണ് ചിത്രഗുപ്തൻ എന്നാ പേര്. അപ്പോൾ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ ചിത്തത്തിൽ ഗുപ്തമായിട്ടിരിക്കുന്ന തൻ്റെ കർമ്മവാസനകൾ, താൻ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങൾ മുഴുവനും ഒരു രൂപം സ്വീകരിച്ച് പുറത്തങ്ങനെ വന്ന് നിൽക്കും. ഇയാൾ ചെയ്ത പാപകർമ്മം എന്താ ചോദിക്കൂത്തൻ? എന്താ ഇയാൾ ചെയ്ത പാപം? ഇയാൾ ചെയ്ത പാപം എന്താ ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് മുല്ലോർലി വിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്ന സമയത്ത് മുന്നിൽ എന്നെ വന്നിരിക്കുന്നുണ്ട്. ഇരിക്കണത് കണ്ട അങ്ങനെ ഒന്നും ചെയ്യും തോന്നില്ല കേട്ടോ. എന്തൊരു വിനയത്തോട് കൂടിയിട്ടായിരിക്കുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം ഭാഗവത സപ്താഹ യജ്ഞമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം നരസിംഹാവതാരമൊക്കെ പാരായണം കേട്ടു, പ്രഭാഷണം കേട്ടു, പറ നിറച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് അവിടുന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നാണ് വെച്ചാൽ എന്തോ ഒരു പ്രത്യേക പ്രസാദം, പാനകം. ഇതുവരെ കണ്ടിട്ട് തന്നെയല്ലേ അത്. അതെടുത്ത് കുടിച്ചപ്പോൾ നല്ല സ്വാദുണ്ടല്ലോ ഭഗവാന്. ഞാൻ മാത്രമേ വന്നുള്ളല്ലോ, ഭർത്താവ് വീട്ടിൽ നിന്ന് വന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് വെച്ചാൽ വാട്ടർ ബോട്ടിൽ എടുക്കാനും പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് കുറച്ച് കൊണ്ടുപോകാൻ അങ്ങോട്ട്. പാത്രം എവിടെ നിന്നും കിട്ടണില്ല. അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് പോയി നോക്കി. ഇത്ര എവിടെയും പാത്രം കാണില്ല. അങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഒരു സ്റ്റീലിൻ്റെ പാത്രം കണ്ടു. ആ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ചാൽ പ്രത്യേകമായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മുല്ലോർലി വിഷ്ണു ക്ഷേത്രത്തിലെ പാത്രമാണ്, ആരും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. ഒന്നും നോക്കിയില്ല, വേഗം എടുത്തു. അങ്ങനെ അതാ പാനകാക്കി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് വരെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയ പാത്രം അമ്പലത്തേക്ക് ഇതാ തിരിച്ചു കൊടുത്തില്ല. ഇതാണ് ഇയാൾ ചെയ്ത പാപത്രേ. അപ്പം ഇയാൾ പറയും, ഞാൻ അമ്പലത്തിൽ നിന്ന് പാത്രം കൊണ്ടുപോയതൊക്കെ ശരിയാണ്, പക്ഷേ തിരിച്ചു കൊടുത്തതാണല്ലോ. തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നത് വെച്ചാൽ പിന്നെ സാക്ഷികളെ വിസ്തരിക്കും. അതൊക്കെ 5 സാക്ഷികളാണ്. ആരോഗ്യ സാക്ഷികൾ സൂര്യഭഗവാനെയാണ് ആദ്യം വിസ്തരിക്കുക. അപ്പോൾ സൂര്യൻ വന്ന് പറയും, അമ്പലത്തിൽ നിന്ന് പാത്രം കൊണ്ടുപോയതാണ്, ഞാൻ കണ്ടതാണ്, അമ്പലത്തേക്ക് പാത്രം തിരിച്ചു കൊടുത്തിട്ടുമില്ല, അതും ഞാൻ കണ്ടതാണ് പറയും. പിന്നെ വേറൊരു സാക്ഷി ഉണ്ട്, ആരാ? വായുഭഗവാൻ എന്ന് പറയും, ഇയാൾ കൊണ്ട് സത്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ പാത്രം എവിടെയാണ് ഉള്ളത് വെച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇയാളെ വീട്ടിലെ ആ അടുക്കളയിലെ ഗ്യാസിൻ്റെ ഒക്കെ നേരെ മുകളിലുള്ള റാക്കിൽ അതിൻ്റെ എല്ലാ സ്ഥലത്ത് ആ അമ്പലത്തിലെ പാത്രം ഉണ്ടായിരുന്നു. ഇങ്ങനെ സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞാൽ ഇയാൾ പാപം ചെയ്ത ആളാന്ന് ഉറപ്പായി. പഥാ പാപീയസാനീത, ഇങ്ങനെ പാപം ചെയ്ത ആൾക്കാരൊക്കെ പാടെ ഇടത്തെ കൈകൊണ്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പേടിക്കേണ്ട കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മാറ്റി വലത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ആദ്യത്തെ നരകം. താമിശ്രം എന്നാണ് നരകത്തിൻ്റെ പേര്. അത് വലിയൊരു കുഴിയാണ്. ആ കുഴിയിലേക്ക് ഒന്നിച്ച ആൾക്കാരെ ഇറങ്ങി പോകാൻ വേണ്ടി ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല. അതൊന്നും വിചാരിക്കേണ്ട ആൾക്കാർ ഒന്നിച്ചാണ് മുന്തിയൊക്കെ തള്ളിയെടുത്തത്.
ഒന്നിച്ച് താഴത്തേക്കാണ്ട് തള്ളിയിട്ട് അവിടുന്ന് ഇരുമ്പിൻ്റെ വടിയോണ്ട് നല്ല അടി അങ്ങനെ കിട്ടൂത്രേ. എത്രത്തോളം വേണ്ടാത്ത കർമ്മമാണോ ഇവിടെ ഇരുന്ന് ചെയ്തു വെച്ചാൽ അത്രത്തോളം പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കണം, നരകയാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഏത് പാപകർമ്മം ചെയ്ത ആളായാലും അതിഥിയിലഭ്യാഗത തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാതെ ആദ്യം ഭക്ഷണം കഴിക്കുക ഏറ്റവും വലിയ മഹാപാപമാണെന്നാണ് പറയുക അല്ലേ. അതിഥികൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലേ. അവർക്ക് ഭക്ഷണം കൊടുക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലോ അതിനാണ് അസംവിഭജ്യാസ്നാദി എന്ന് പറയും. വിഭജിക്കാതെ ഭക്ഷണം കൊടുക്കുക, അസംവിഭജ്യാസ്നാദി. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്ത് വേണം? അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികൾ കുറേ ദിവസമായി ഇങ്ങനെ അമ്മേനോട് പറഞ്ഞു, അമ്മ എന്നും ഇങ്ങനെ ഒരു ഭക്ഷണം തന്നെ, കഞ്ഞി പയറ്, പിറ്റേ ദിവസം പയറുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കഞ്ഞിയും പയറും, അതിൻ്റെ പിറ്റേ ദിവസം കഞ്ഞിയും പയറും, പയറും കഞ്ഞി കയറും കഞ്ഞി പയറും കഞ്ഞി എന്ന് പറഞ്ഞ് ഇത് മാറുന്നില്ലാത്ത എല്ലാ ദിവസവും ഇത് തന്നെ. ഇപ്പോൾ കുട്ടികളിങ്ങനെ വല്ലാതെ വന്ന് പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഒന്ന് പുതിയത് ഉണ്ടാക്കണേ. അപ്പോൾ പിന്നെ ഭാര്യയും ഭർത്താവും കൂടി അന്ന് വൈകുന്നേരം വൈകുന്നേരം അവർ ഒരു മീറ്റിംഗ് കൂടി. അപ്പോൾ ഭാര്യ പറഞ്ഞു, കുറേ ദിവസം അതിൽ എന്തെങ്കിലും ഒന്ന് പുതിയത് ഉണ്ടാക്കണം മനുഷ്യ, നിങ്ങളെന്താ ഇങ്ങനെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് പായസം ഉണ്ടാക്കാം. പറഞ്ഞു പിന്നെ നിങ്ങളുമുണ്ട്, ഞാനുമുണ്ട്, കുഞ്ചുമുണ്ട്, കുട്ടനുമുണ്ട്, 4 ഗ്ലാസ് പായസം ഉണ്ടാക്കാൻ പറഞ്ഞു അത്രേ. ഭർത്താവ് പറഞ്ഞു, ഒന്നും വേണ്ട, 2.5 ഗ്ലാസ് ഉണ്ടാക്കിയാൽ മതി, പഞ്ചസാരയ്ക്കൊക്കെ എന്താ വില, മാത്രമല്ല കുട്ടികളാഴ്ച മുഴുവൻ കഴിക്കൊന്നുമില്ല. എന്തൊരു പിഷ്കാറിയില്ല ഭർത്താവ്. അങ്ങനെ രാവിലെ നേരത്തെ രണ്ടാളോടി എണ്ണീറ്റ് രാവിലെ 5 മണിക്ക് തന്നെ എണ്ണീറ്റ് പായസമൊക്കെ ഉണ്ടാക്കി. ഒരു 11-11:30 ആയപ്പോൾ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഒരു പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി നോക്കിയ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് അമ്മാവനും അമ്മായി, എന്തിനാ ഭഗവാനെ അവരിപ്പം തന്നെ വന്നത് അല്ലേ. എന്നിട്ട് എന്തൊരു വർത്തമാനം അറിയില്ല, കണ്ടാൽ മിണ്ടാത്തിയ ആൾക്കാരെ പറഞ്ഞ് 12 12:30 മണിയായി. അപ്പോൾ അവർ പറയാം, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എത്ര ദിവസമായി, ഇനി എന്തായാലും എൻ്റെ അടുത്ത് 3 കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, ഈ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഇവിടുന്ന് കഴിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധം. അങ്ങനെ അവരെന്നെ നേരെ അകത്തേക്ക് കയറേണ്ടത്. ചില ആൾക്കാർ ഡൈനിങ് ടേബിളിൽ കയറിയിരിക്കുന്നുണ്ട്, ചില ആൾക്കാർ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഇപ്പുറത്തിരിക്കുന്നുണ്ട്. ഇവരെന്നെ അകത്ത് പോയിട്ട് ഓരോ സാധനം എടുത്തുകൊണ്ടിരിക്കുക അത്രേ. ഇപ്പോൾ ഭർത്താവും എല്ലാ ഭാര്യനെ അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ പറഞ്ഞു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പായസം പുറത്തേക്ക് എടുക്കണ്ട, പുറത്തേക്ക് എടുത്താൽ ആ പ്രയാസം അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം കഴിച്ചു കഴിഞ്ഞാൽ മഹാപാപ എന്നാ പറയും. ഇങ്ങനെയുള്ള ആൾക്കാർ നരകലോകത്തിൽ എത്തിക്കഴിഞ്ഞാലോ അവരെ മലത്തി കടത്തും. ആദ്യം ഒരു പ്രത്യേകം ട്രെയിനിങ് കഴിഞ്ഞ് കഴുകന്മാരുണ്ട്. ആ കഴുകന്മാർ വന്നവരുടെ കാല് മുതൽ തല വലൊന്നും നന്നായിട്ട് ഇങ്ങനെ നോക്കൂത്രേ, കൊക്കൊണ്ട് നന്നായിട്ട് നോക്കി എവിടെയാണ് കൊത്തേണ്ടത് നോക്കുക. എന്നിട്ട് അവരുടെ കണ്ണ് മാത്രം കുത്തി ഇങ്ങോട്ട് എടുക്കൂത്രേ. പിന്നെ ഭഗവാനെ ഇങ്ങനെയൊക്കെ പാപം ചെയ്താലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കില്ല. അതാണ് വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കൊടുക്കണമെന്ന് പറയണത് അല്ലേ. പിന്നെ എന്തൊക്കെ പാപകർമ്മമാണ് നമ്മൾ ചെയ്യണത് അല്ലേ. മറ്റുള്ളവരുടെ വസ്തുക്കളൊക്കെ തൻ്റേതാക്കിയതാ മാറ്റുക. അതേപോലെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുക. സാധാരണയ്ക്ക് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർ വെജിറ്റേറിയൻ ആണെന്നാണ് നമ്മൾ പഠിച്ചതും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇതൊന്നും പോരാ, അവരേതെങ്കിലും ജീവജാലങ്ങളൊക്കെ വെട്ടിക്കൊന്ന് എൻ്റെ ഭഗവാനെ അതിൻ്റെ ഒരു കരച്ചിൽ കേൾക്കേണ്ടതാണ്. ഇതിനെങ്ങനെ കൊള്ളുന്ന സമയത്തല്ലേ നല്ലതായിട്ടോ. എന്നിട്ടോ അതിനെ എന്തൊക്കെയോ ചെയ്ത് അതിൻ്റെ പുറത്തുള്ള സാധനമൊക്കെ കളഞ്ഞ് അതിനെ കീറി എന്തൊക്കെയോ ചെയ്തല്ലേ. എന്നിട്ട് അതിന് മുകളിൽ എന്തൊക്കെയോ എരിയുള്ള സാധനമൊക്കെ എന്നിട്ട് പൊരിച്ച് കഴിക്കുക. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവരല്ലേ. എത്രയൊക്കെ അറിയുള്ളൂ, അറിഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നരകലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. അത്ര ഈ മാങ്ങയൊക്കെ കത്തിച്ചെത്തുന്ന കത്തിയില്ല. അങ്ങനെയുള്ള കത്തി കൊണ്ട് ഇവരുടെ ശരീരത്തിലെ തോലൊക്കെ ആദ്യം ഇങ്ങനെ ചെത്തിക്കളയത്തും. അപ്പോൾ ഇവരെ കാണാൻ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചാൽ പ്രത്യേകം നിർമ്മിച്ചതായിരിക്കുന്ന കൂട്ടൊക്കെ ഉണ്ടാവും. എരിവിൻ്റെ കൂട്ടം അതൊക്കെ പാടതായെടുത്ത് ഇവരുടെ കണ്ണിലേക്കാക്കും, മൂക്കിലേക്കാക്കും, തലയിലേക്കാക്കും. അപ്പോൾ അവരവിടെ ഇരുന്ന് ഉറക്കം അങ്ങനെ കരയൂത്ര. ഹതോസ്മീതി പരമയാ വേദനയാ മൂർച്ഛിത പതേ പതേ. ഇനി ഞാൻ കഴിക്കില്ല കേട്ടോ ഭഗവാൻ, എനിക്ക് ഒരു തരിയും കൂടിയും കഴിക്കണമെന്ന് ആഗ്രഹമില്ല, ഒരു കഷ്ണം കൂടി ഞാൻ കഴിക്കില്ല കേട്ടോ എന്ന് ഉറക്കം അങ്ങനെ കരയൂത്ര. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതിലുള്ളതാണ്. ആൾക്കാർ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി അമ്പലക്കാക്കണ്ട അല്ലേ. ഞാൻ പറഞ്ഞതല്ല, എനിക്ക് ഇതിലുള്ളത് വായിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് പ്രയാസങ്ങൾ നമ്മളിൽ നിന്നുണ്ടായി ആലോചിച്ച് നോക്കൂലേ. നമ്മളെ കയ്യിന് എന്തെങ്കിലും ഒരു ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രയാസമുണ്ട്. ഇതേപോലെയല്ലേ മറ്റുള്ള ജീവജാലങ്ങളും ഈ ലോകത്ത്. ജനം ജനേന ജനയൻ മരയൻ മൃത്യുനാന്തകം. ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാൻ ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈശ്വരൻ ഒരിക്കലും നമുക്ക് അതിനുള്ളതായിരിക്കുന്ന അനുവാദത തന്നിട്ടില്ല.
അപ്പം ആരായാലും ശരി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ചീത്ത കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇതാ പാടില്ല. അതേ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അവിടുന്ന് അങ്ങോട്ട് നരകത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ, ഇങ്ങനെ അനുഭവിക്കുക അതല്ല. അതിന് എന്ത് വേണം, നമുക്ക് കുറേശ്ശെ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ചോദിച്ചു, ഈ നരകയാത്രകൾ അനുഭവിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? കർമ്മം ശുദ്ധമാക്കൂ, അതാണ് വേണ്ടത് പറഞ്ഞു. ഇപ്പം കർമ്മം ശുദ്ധമാവാനോ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നേ. നാമം ജപിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ എല്ലാവിധ വേണ്ടാത്ത കർമ്മങ്ങളിൽ നിന്നും തന്നാലെ ഇങ്ങനെ മനസ്സ് മാറി മനസ്സ് ശുദ്ധമായിട്ട് ഇതാ തീരുന്നു. ഒരു പാപകർമ്മവും അവരിതാ പിന്നീട് ഇതാ ചെയ്യില്ല. അശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാലോ ആ ശുദ്ധമായിരിക്കുന്ന മനസ്സിൽ സ്വയമേവ പ്രകാശതേ, സാക്ഷാൽ ഭഗവാൻ പ്രകാശിക്കുന്നു. ആ തിരുനാമത്തിൻ്റെ മഹാത്മ്യമാണ് പിന്നീട് ഭാഗവതത്തിൽ അത് വർണ്ണിക്കുന്നത്. അതാണ് അജാമിളോപാഖ്യാനം, നാരായണ കവച മന്ത്രം, ഭഗവാന്റെ ആ അവതാരം, നരസിംഹാവതാരം, അതൊക്കെയാണ് ഇന്ന് നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. നമുക്കൊരു കീർത്തനം പാടി ദീപാരാധനയോടുകൂടി തൽക്കാലത നിർത്താം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യമുനാ തീര വിഹാരി, യമുനാ തീര വിഹാരി, വൃന്ദാവന സഞ്ചാരി, വൃന്ദാവന സഞ്ചാരി, ഗോവർദ്ധനഗിരിധാരി, ഗോപാലകൃഷ്ണ മുരാരി, പാഹി മുകുന്ദ പരമാനന്ദ, പാപനികന്ദ വേദാന്ത, മാനസവൃന്ദാവനിയിൽ മരന്ദ, മാധുരി ചൊരിയും ഗോവിന്ദ, മാധുരി ചൊരിയും ഗോവിന്ദ. പാഹി മുകുന്ദ പരമാനന്ദ, പാപനികന്ദ ശ്രീകാന്ത, മാനസവൃന്ദാവനിയിൽ മരന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. പാലു തരാം വെണ്ണ തരാം പശുപാലകനേ ഗോവിന്ദ, പാലു തരാം വെണ്ണ തരാം പശുപാലകനേ ഗോവിന്ദ. പരമാനന്ദം ഞങ്ങൾ കരുളുക പരിപാലകരേ ഗോവിന്ദ, പരിപാലകരേ ഗോവിന്ദ. പാഹി മുകുന്ദ പരമാനന്ദ, പാപനികന്ദ ശ്രീകാന്ത, മാനസവൃന്ദാവനിയിൽ മരന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. കാത്തരുളിടുക കണ്ണീരാകി, കാത്തലി തഴുകാം ശ്രീകൃഷ്ണ, കാത്തരുളിടുക കണ്ണീരാകി, കാത്തലി തഴുകാം ശ്രീകൃഷ്ണ. എല്ലാ ജന്മവും ഹരിയങ്ങളെ ഒന്നായി ചേർക്കുക മണിവർണ്ണ, ഒന്നായി ചേർക്കുക മണിവർണ്ണ. പാഹി മുകുന്ദ പരമാനന്ദ, പാപനികന്ദ ശ്രീകാന്ത, മാനസവൃന്ദാവനിയിൽ മരന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. പാഹി മുകുന്ദ പരമാനന്ദ, പാപനികന്ദ ശ്രീകാന്ത, മാനസവൃന്ദാവനിയിൽ മരന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ, മാധുരി ചൊരിയൂ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വൈകുന്നേരം നരസിംഹാവതാരമാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്.
നരസിംഹാവതാര സമയത്ത് എല്ലാവിധ ഭയവും ഇല്ലാതായിട്ട് തീരാൻ സാക്ഷാൽ ഭഗവാനോട് നമുക്കിതാ പ്രാർത്ഥിക്കാം. ഭയം ഇല്ലാതായിട്ട് തീരാൻ പ്രാർത്ഥിച്ച് ഭഗവാനുമുള്ള പറ നിറയ്ക്കാവുന്നതാണ്. ചുവന്ന പൂക്കൾ സമർപ്പിക്കാവുന്നതാണ്. ചുവന്ന പട്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് എന്നൊക്കെ എല്ലാവരെയും ഇത് അറിയിക്കുന്നു. വൈകുന്നേരം പാനകവും ചെറുപയറുമാണ് നരസിംഹമൂർത്തിക്ക് നമ്മളിതാ നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത്.